എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ദേവീ മഹാത്മ്യത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഐഡിയ, എന്താണ് ദേവീ മഹാത്മ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണമാണ് ഞാൻ ഇന്നിവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ വരുന്നതാണ്. മെയിൻലി മാർക്കണ്ഡേയ പുരാണം എന്ന പുരാണം. നമുക്കറിയാം 18 പുരാണങ്ങൾ ഉണ്ടെന്നറിയാം, അഷ്ടാദശ പുരാണങ്ങൾ ഉണ്ടെന്നറിയാം. ആ 18 പുരാണങ്ങളിൽ ഒന്നായ മാർക്കണ്ഡേയ പുരാണത്തിന്റെ അകത്ത് വരുന്ന കുറെ ചാപ്റ്റേഴ്സ്, അതായത് 78ാമത്തെ ചാപ്റ്റർ മുതൽ 90 ചാപ്റ്റർ വരെ, ഏകദേശം ഒരു 13 ചാപ്റ്റർ വരുന്നതാണ് ഈ ദേവീ മഹാത്മ്യം എന്ന പേരിൽ നമ്മൾക്ക് അറിയപ്പെടുന്നത്. കേരളത്തിലാണ് ഇത് പൊതുവെ ദേവീ മഹാത്മ്യം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന് പുറത്ത് ഇതിനെ ദുർഗാ സപ്തശതി എന്നാണ് കൂടുതലായി. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദേവീ മഹാത്മ്യത്തിനെ ദുർഗാ സപ്തശതി അല്ലെ ദേവീ പാഠം അല്ലെ ചണ്ഡി പാഠം എന്നുള്ള രീതിയിലാണ് അവിടെ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലാണ് ഇതിനെ കൂടുതലായും ദേവീ മഹാത്മ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥ പരിചയമാണ് നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം, ആദ്യം ഞാനൊരു ശ്ലോകം പറയാം. രാമായയുടെ വർണ്ണന ആദിശങ്കരാചാര്യര് തന്റെ ആനന്ദലഹരി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ശ്ലോകമായിട്ട് ആചാര്യർ പറയുന്നത്, ദേവിയുടെ മഹാത്മ്യം വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് സാധിക്കാത്ത ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, 4 മുഖമുള്ള ബ്രഹ്മാവിനോ അല്ലെ 5 മുഖമുള്ള സാക്ഷാത് പരമശിവനോ 6 മുഖമുള്ള ഷൺമുഖനോ അല്ലെങ്കിൽ 1000 തലകളുള്ള അനന്തനോ സാധിക്കാത്ത ഒരു പ്രക്രിയയാണ്. അതെന്നാൽ എങ്ങനെ മുടിയും എന്നുള്ള രീതിയിലാണ് ആദിശങ്കരൻ അവിടെ ചോദിക്കുന്ന ആ ശ്ലോകം. അതിന് ഏക ആശ്രയമായി വരുന്നത് ദേവിയുടെ അനുഗ്രഹം മാത്രമാണ്. തവപദമേവ പരംപദമിത്യനുശീലയതോ മമ കിംന ശിവേ. ദേവിയുടെ ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ദേവിയുടെ പാതാരവിന്ദങ്ങളുടെ ആ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്തും നിഷ്പ്രഭമായി ചെയ്യാൻ സാധിക്കും. അപ്പം ഈ 5 മുഖവും 6 മുഖവും 1000 മുഖവും ഉള്ളവർക്ക് സാധിക്കാത്തത് 1 മുഖമുള്ള നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. അത്ര അനന്തവും അത്ര അവാച്യവുമാണ് ദേവിയുടെ മഹാത്മ്യം. അപ്പൊ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മഹാത്മ്യത്തെ പറയുവാനും അതിനെ ആസ്വദിക്കുവാനും അതിനെ നമുക്ക് ഗ്രഹിക്കുവാനും സാധിക്കൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സത്സംഗത്തില് ചേരാനും ദേവിയുടെ മഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കാനും നമുക്കൊരു അവസരം ലഭിച്ചത്. അപ്പൊ നമുക്ക് അത് ആദ്യം ദേവി മഹാത്മ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇതിനെ ഒരു 3 ഇതായിട്ട് 3 ഘട്ടങ്ങളായിട്ട്, ഒരു 3 പോർഷൻസ് ആയിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രഥമ ചരിത്രം, മധ്യമ ചരിത്രം, ഉത്തമ ചരിത്രം എന്ന് പറഞ്ഞ് 3 ചരിത്രങ്ങൾ എന്ന് ചിലവർ പറയാറുണ്ട്. അല്ലെ പ്രഥമ ഖണ്ഡം, മധ്യമ ഖണ്ഡം അങ്ങനെയും പറയാറുണ്ട്. അപ്പൊ മെയിൻലി പ്രഥമ ചരിത്രം, മധ്യമ ചരിത്രം, ഉത്തമ ചരിത്രം എന്നാണ് കൂടുതലായിട്ടും പറഞ്ഞു വരുന്നത്. അതിൽ ഈ പ്രഥമ ചരിത്രത്തില് കുറച്ചൊരു കഥ, അതെങ്ങനെയാണ് ഈ ദേവി മഹാത്മ്യം തുടങ്ങുന്ന ഒരു കഥയാണ് പറയുന്നത്. പിന്നെ അതിലൊരു 2 അധ്യായങ്ങളാണ് മെയിൻലി പ്രഥമ ചരിത്രത്തിൽ വരുന്നത്. പിന്നെ വരുന്നത് മധ്യമ ചരിത്രമാണ്. അതിലെ മെയിൻലി മഹിഷാസുരവധാദികളൊക്കെയാണ് പറയുന്നത്. അവിടെ മെയിൻലി ഒരു 3-4 ചാപ്റ്റേഴ്സ് അവിടെ വരും. പിന്നെ ബാക്കിയുള്ള അധ്യായങ്ങളെല്ലാം വരുന്നത് ഉത്തമ ചരിത്രത്തിലാണ്. അങ്ങനെ 3 ചരിത്രങ്ങളായിട്ടാണ് ഈ ദേവി മഹാത്മ്യത്തെ വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പൊതുവെ ഈ പുരാണങ്ങളൊക്കെ എന്തിനാണ്, ഈ 18 പുരാണങ്ങളാണ് വ്യാസൻ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് വ്യാസൻ ഈ 18 പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത്? അതിന് വ്യാസം പറയുന്നുണ്ട്, കലൗ അല്പായുഷാം നൃണാം. മനുഷ്യന്മാർക്ക് കലികാലത്തില് ആയുസ് കുറവാണ്. മാത്രമല്ല അവർക്ക് എന്താണ്, ബുദ്ധിസാമർഥ്യവും കുറവാണ്. പിന്നെ അവർക്ക് ധർമ്മചിന്തനകൾ തീരെ ഇല്ല കലിയുഗത്തിൽ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാം അറിവിന്റെ മൂലം എന്ന് പറയുന്നത് വേദമാണ്. വേദോഹി സർവധർമ്മം അഖില മൂലം എന്നാണ്. ധർമ്മങ്ങളുടെ എല്ലാം മൂലമായി പറയുന്നത് വേദമാണ്. എല്ലാ ധർമ്മങ്ങളുടെയും മൂലം വേദമാണ്. വേദത്തിൽ നിന്നാണ് എല്ലാം ജനിച്ചിരിക്കുന്നത്. അപ്പൊ ആ വേദത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി മനുഷ്യന് കാണില്ല. പിന്നെന്താണ്, അത്രയും വേദങ്ങൾ പഠിച്ച് ധരിക്കാൻ എത്രയോ ശാഖകളുണ്ട് ഓരോ വേദത്തിനും. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം 4 വേദങ്ങളുണ്ടെങ്കിലും ആ ഓരോ വേദങ്ങൾക്കും പല പല ശാഖകളുണ്ട്. അതിൽ പല ശാഖകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു, കുറച്ച് ശാഖകൾ മാത്രമേ ഉള്ളൂ. അതെടുത്താലും അതിൽ സംഹിത, ആരണ്യകം, ബ്രാഹ്മണം, ഉപനിഷത് ഭാഗം, അങ്ങനെ പല വിഭാഗങ്ങളും വേദത്തിനുണ്ട്. അപ്പൊ അതെല്ലാം ഗ്രഹിക്കാനും അതെല്ലാം പഠിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുമുള്ള കഴിവ് കലിയുഗത്തിലെ ജനങ്ങൾക്ക് കുറവായിരിക്കും. മാത്രമല്ല ആലസ്യം, നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളതാണ് ആലസ്യം. ആലസ്യം മുഖാന്തരം നമ്മൾ എന്താണ്, പലതും പഠിക്കാൻ വേണ്ടി വിമുഖത കാണിക്കും. അപ്പോൾ അങ്ങനെ ജനങ്ങൾ വരുമ്പോൾ എല്ലാവരും നമ്മൾ എളുപ്പ വഴിയാണ് നോക്കുന്നത്, അല്ലെ? എങ്ങനെ എളുപ്പത്തിൽ എന്ത് ലഭിക്കാം? കലിയുഗത്തിലെ ജനങ്ങളുടെ ഏക ഒരു മാർഗം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ലഭിക്കാനാണ് എല്ലാം നോക്കുന്നത്. കയ്യെത്തും ദൂരത്തു നിന്ന് ലഭിക്കണം.
അപ്പൊ അങ്ങനെ ജനങ്ങൾ മാറുമെന്ന് വ്യാസൻ ആ കാലത്ത് തന്നെ അറിയാമായിരുന്നു. അതിനാലാണ് വ്യാസൻ എന്താണ് പുരാണങ്ങൾ എഴുതിയത്. അപ്പൊ നമ്മൾ വേദങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പറയും ഇതിഹാസ പുരാണാഭ്യാം വേദം അനുപബ്രഹ്മയേ. വേദത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇതിഹാസ പുരാണങ്ങൾ പഠിക്കണം. അതായത് വേദത്തിന്റെ താല്പര്യം, വേദത്തിന്റെ അർത്ഥമാണ് ഇതിഹാസ പുരാണങ്ങളിൽ കഥ രൂപേണ പറയുന്നത്. എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ സാരമാണ് കഥരൂപത്തിൽ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇതിഹാസ പുരാണങ്ങൾ പഠിക്കുന്നത് മൂലം നമുക്ക് എളുപ്പത്തിൽ വേദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാം. ഇപ്പൊ വേദമായാലും എല്ലാത്തിന്റെയും പരമമായ ലക്ഷ്യം എന്താണ്? മോക്ഷപ്രാപ്തി. മനുഷ്യനെ മോക്ഷം അടയണം, മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഫൈനൽ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് മോക്ഷമാണ്. ധർമ്മം, അതിന് ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം, മോക്ഷം വേണം. ചതുർവിധ പുരുഷാർത്ഥങ്ങളായിട്ട് ഈവൻ ആയുർവേദം തുടങ്ങുമ്പോൾ തന്നെ ധർമാർത്ഥ കാമമോക്ഷാണാം ആരോഗ്യം മൂലമുത്തമം രോഗസ്ഥസ്യ അപഹർത്താരഹ ആയുഷോ ശ്രേയസോ ആയുഷോജ എന്ന് പറഞ്ഞ് ആയുർവേദം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് ആയുസ് വേണം. ആയുസ് ഉണ്ടെങ്കിൽ മാത്രമേ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആയുഷിനെ രക്ഷിക്കണം എന്നാണ്. അപ്പം നമ്മൾ അൾട്ടിമേറ്റ്ലി എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ പറയുന്നത് മോക്ഷമാണ്. അപ്പൊ ഈ മോക്ഷത്തിനുള്ള ഉപായം, എങ്ങനെയാണ് മോക്ഷം നമുക്ക് ലഭിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എന്നതിനുള്ള മാർഗങ്ങളാണ് ഈ വേദത്തിലായാലും പുരാണത്തിലായാലും എല്ലാം പറയുന്നത്. അപ്പൊ വേദം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതിനാൽ അതിനെ കഥരൂപത്തിൽ എളുപ്പം എല്ലാവർക്കും, അതായത് ഒരു ശാസ്ത്രത്തിന് ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിവിധ ശിഷ്യ ബുദ്ധിഗതമായിരിക്കണം. 3 വിധത്തിലുള്ള ശിഷ്യനും മനസ്സിലാക്കണം. അതായത് അതായത് നല്ല ബുദ്ധിയുള്ള കൂർമ്മ ബുദ്ധിയുള്ളവനെ മനസ്സിലാക്കണം, മധ്യമ ബുദ്ധിയുള്ളവനെ മനസ്സിലാക്കണം, മന്ദബുദ്ധിയായിട്ടുള്ളവരും മനസ്സിലാക്കണം. അങ്ങനെ 3 പേർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ശാസ്ത്രം. പക്ഷെ വേദത്തിനെ നമുക്ക് എല്ലാവർക്കും ഗ്രഹിക്കാൻ സാധിക്കില്ല. നല്ല ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ മെയിൻലി നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ 3 വിധത്തിലുള്ള ബുദ്ധിക്കാർക്കും ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദേവീ മഹാത്മ്യം എന്ന ഇത് ഒരു കഥ രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മുഴുവൻ തത്വങ്ങളാണ് പറഞ്ഞത്. എല്ലാത്തിനും ഒരു ഗൂഢാർത്ഥമുണ്ട്. ആ ഗൂഢാർത്ഥമാണ്. ഇപ്പം ദേവീ മഹാത്മ്യം മാത്രമല്ല, നമ്മളിപ്പോൾ ഭാഗവതം എടുത്താലും ദേവീ ഭാഗവതം എടുത്താലും ഏത് പുരാണങ്ങൾ എടുത്താലും ഏത് കഥ എടുത്താലും അതിലെല്ലാം ഒരു ഗൂഢാർത്ഥമുണ്ട്. നമ്മൾ ആ ഗൂഢാർത്ഥം മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ അതിന്റെ പുറമേയുള്ള അർത്ഥങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കും, ശ്ലോകം പഠിച്ചു വെക്കും. പക്ഷെ അതിൻ്റെ ഉള്ള ഗൂഢാർത്ഥമാണ്, ആ ഗൂഢാർത്ഥത്തിലാണ് എങ്ങനെയാണെന്നുള്ള തത്വം ആ തത്വമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇപ്പൊ ദേവീ മഹാത്മ്യത്തിനെ നമുക്ക് തുടങ്ങുമ്പോൾ ഒരു കഥ രൂപത്തിലാണ് ദേവീ മഹാത്മ്യം തുടങ്ങുന്നത്. അതൊരു സാവർണി സൂര്യതനയ എന്ന് പറഞ്ഞത് സൂര്യന്റെ പുത്രനായ സാവർണി ഒരു മനു ആയതാണ്. ഇനി വരാൻ പോകുന്നതാണ് സാവർണി. ഇപ്പൊ നമ്മളെ മന്വന്തരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴത്തെ വൈവസ്വത മന്വന്തരമാണ്. അടുത്തത് വരുന്നത് സാവർണി മന്വന്തരമാണ്. അപ്പൊ സാവർണി മന്വന്തരത്തിൽ ആ സാവർണി എങ്ങനെ, സൂര്യപുത്രനായ സാവർണി എങ്ങനെ മനുവായി തീരുന്നു എന്നുള്ളൊരു കഥാരൂപത്തിലാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെയാണ് തുടങ്ങി ഈ കഥകൾ പോകുന്നത്. അപ്പൊ അതിലെ 1-ാമത്തെ അധ്യായത്തില് ഒരു കഥയാണ് തുടങ്ങുന്നത്. ആദ്യം നമുക്ക് ആ കഥ പറയാം, എന്നിട്ട് ആ കഥയുടെ സാരം എന്താണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കഥ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരഥൻ എന്നൊരു, ഓരോ പേരിനും നല്ല അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പേരുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. സുരഥൻ എന്നൊരു മഹാരാജാവ്. ആ മഹാരാജാവ് ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്കാണ് ഈ ലോകം മുഴുവൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ലോകം മുഴുവൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. സുരഥൻ എന്ന മഹാരാജാവ് ഈ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് കുറച്ച് ശത്രുക്കൾ വന്ന് ഈ രാജാവിനെ തോൽപ്പിക്കുകയാണ്. തോൽപ്പിക്കുന്നത് മൂലം രാജാവ് പറയുന്നത് ആരും കേൾക്കാതെയാകാണ്. സാധാരണ ഒരു ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാജധർമ്മം അനുസരിച്ച് ഒന്നിലെ ആ രാജാവിനെ വധിക്കും, ഇല്ലെങ്കിൽ ആ രാജാവിനെ നാട് കടത്തും, ഇല്ലെങ്കിൽ ആ രാജാവിനെ അടിമയാക്കും. ഇത് 3ഉം ഇവിടെ നടന്നിട്ടില്ല. രാജാവിനെ അടിമയുമാക്കിയിട്ടില്ല, രാജാവിനെ വധിച്ചിട്ടുമില്ല, രാജാവിനെ നാട് കടത്തിയിട്ടുമില്ല. രാജാവ് സ്വന്തം കൊട്ടാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥം നമുക്ക് പറയാം. ആ സുരഥൻ എന്ന മഹാരാജാവ് സ്വന്തം കൊട്ടാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത് ആരും കേൾക്കാതെയായി. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ കൂടെ അദ്ദേഹം പറയുന്നത് കേൾക്കാതെയായി. അപ്പൊ അദ്ദേഹത്തിന് സങ്കടമായി. അദ്ദേഹം ഒരു കുതിരയുടെ പുറത്ത് കയറി ഒരു കാട്ടിലേക്ക് അങ്ങ് പോവുകയാണ്, യാത്രയാകുകയാണ്. കാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ ഒരു സുമേധസ് എന്നൊരു മഹർഷിയുടെ ഒരു ആശ്രമം കാണുന്നു. അദ്ദേഹം ആ ആശ്രമത്തിൽ ചെല്ലുന്നു. ആശ്രമത്തിൽ ചെന്നിട്ട് മഹർഷിയെ കാണുന്നു. അപ്പൊ മഹർഷി രാജാവല്ലേ, രാജാവിന് വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്യുന്നു.
അദ്ദേഹം ആശ്രമത്തിൽ തന്നെ വസിക്കുന്നു. ആശ്രമത്തിൽ തന്നെ വസിക്കുമ്പോഴും അദ്ദേഹത്തിന് ആരും പറയുന്നത് കേൾക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് ആരും കേൾക്കുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ആ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്നത്. എങ്കിലും അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ വന്നാലും അദ്ദേഹത്തിന് അപ്പോഴും ചിന്തയാണ്, അയ്യോ എന്റെ രാജ്യത്തിലുള്ളവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ കുറെ ധനം സമ്പാദിച്ചു വെച്ചു, ആ ധനമെല്ലാം അവരെടുത്തുകൊണ്ട് പോയി കാണും, എന്റെ ആന എങ്ങനെ ഇരിക്കുന്നു, എന്റെ കുതിര എങ്ങനെ ഇരിക്കുന്നു, എന്റെ കൊട്ടാരം എങ്ങനെ ഇരിക്കുന്നു, എന്റെ പ്രജകൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ സമാധി ഒരു വൈശ്യൻ ആ വഴി കൂടെ വരികയാണ്. അപ്പൊ ഈ മഹർഷിയുടെ ആശ്രമത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മഹാരാജാവ് ഇരിക്കുന്ന സ്ഥലത്ത് വരികയാണ്. ഈ സമാധി നല്ല വിഷണ്ണനായിട്ടാണ് ഇരിക്കുന്നത്, ദുഃഖമാണ് അദ്ദേഹത്തിന്റെ മുഖത്തില്. ഈ മഹാരാജാവ് ഈ വൈശ്യനെ കാണുകയാണ്. എന്നിട്ട് ഈ സമാധിയെടുത്ത് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ പ്രശ്നം? അപ്പം സമാധി പറയാണ്, ഞാൻ ഇങ്ങനെ നിറച്ച് ധനമൊക്കെ സമ്പാദിച്ചു, എന്റെ കുട്ടികളെയും ഭാര്യയെയും നല്ലപോലെ നല്ല നിലയിൽ നോക്കി, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തു? അവസാനം എന്റെ ധനവും എന്റെ കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ നിന്നും അപഹരിച്ചിട്ട് എന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. അപ്പൊ അവർക്ക് എന്നെ ഇപ്പോൾ വേണ്ട, അവരെന്നെ പുറത്താക്കി. ആ വിഷമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം വന്ന് ഈ രാജാവിനോട് പറയുകയാണ്. അപ്പൊ എന്തായി, വേറൊരാൾ വന്ന് നമ്മുടെ അടുത്ത് ഒരു ഇത് പറയുമ്പോൾ നമ്മളൊരു നല്ലവരാകും അല്ലെ? അപ്പൊ രാജാവും ഒരു നല്ലവനായി, എനിക്കെല്ലാം അറിയാവുന്നവൻ പോലെ ആയിട്ട് രാജാവ് സമാശ്വസിപ്പിക്കുകയാണ്. ഈ രാജാവിന് ഇതേ ചിന്തയാണ്. രാജാവ് എന്താണ്, തന്റെ പോയ രാജ്യത്തെക്കുറിച്ചും തന്റെ രാജ്യത്തിലെ ആൾക്കാരെ കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്, തന്റെ ധനത്തെക്കുറിച്ചുമാണ്. എന്നിട്ടും അദ്ദേഹം എന്താണ്, വലിയൊരു തത്വചിന്തകനെ പോലെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, ഈ വൈശ്യനെ ഉപദേശിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് അവരെ കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾ അവരെ വിട്ടുകളാ. അപ്പോഴയാൾ പറയാണ്, എന്റെ മനസ്സിന് പറ്റുന്നില്ല, എന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു, എന്റെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തകളാണ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞ ആ സമാധി എന്ന് പറഞ്ഞ ആള് പറയുന്നു. അപ്പൊ രാജാവ് പറയുന്നു, നമുക്ക് വേണമെങ്കിൽ ഈ മഹർഷിയോട് കാര്യങ്ങൾ തിരക്കാം. ഇവിടെ സുമേധസ് എന്നൊരു മഹർഷിയുണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആ മഹർഷിയെ കണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ പറയാം. മഹർഷി അപ്പൊ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകും എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും കൂടെ സുമേധസ് എന്ന മഹർഷിയുടെ അടുത്ത് പോകുന്നു. മഹർഷി ഇവർക്ക് 3 കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഈ ദേവി മഹാത്മ്യത്തിൽ. ഒന്നാമത്തത് മധുകൈടഭന്മാരുടെ കഥയും, രണ്ടാമത് മഹിഷാസുരന്റെ കഥയും, മൂന്നാമത് ശുംഭൻ നിശുംഭൻ എന്ന 2 അസുരന്മാരുടെ കഥയും. ഇങ്ങനെ 3 കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ 3 കഥകൾ കേട്ട് അവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ച് അവർ ദേവിയുടെ പാദത്തിൽ ചെന്നു ചേരുന്നു എന്നാണ് ടോട്ടൽ ദേവി മഹാത്മ്യത്തിന്റെ കഥാരൂപം വരുന്നത്. ഇപ്പൊ ഒന്നാമത്തെ കഥ ഇത്രയായുള്ളൂ. അപ്പം ആദ്യം ഈ ആദ്യത്തെ ചാപ്റ്ററിന്റെ സാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, മഹാരാജാവിന്റെ പേരെന്തായിരുന്നു? സുരഥൻ എന്നായിരുന്നു. അപ്പൊ രഥം, നമുക്ക് ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച. അപ്പൊ സുരഥ, അപ്പൊ ശരീരത്തിനെയാണ് രഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സുരഥ എന്ന് പറയുന്നതുകൊണ്ട് നല്ല ശരീരത്തോട് കൂടിയ ഒരാള് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സുരഥൻ എന്ന് പറഞ്ഞാൽ നല്ല ശരീരം. അപ്പൊ അയാൾക്കൊരു നല്ല ശരീരം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല ശരീരമുള്ള ആൾക്ക് അപ്പൊ നല്ല ശരീരവും നല്ല ആരോഗ്യമുള്ളപ്പോ നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരം കേൾക്കും. നമ്മൾ ഒരു ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ ശരീരം ബുക്ക് എടുക്കും, എഴുതാൻ പറഞ്ഞാൽ എഴുതും. പക്ഷെ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശരീരം കേൾക്കത്തില്ല. നമ്മൾ കാല് വെക്കാൻ പറഞ്ഞാൽ അവിടെ കാല് വെക്കില്ല. അവിടെ നമ്മൾ അങ്ങോട്ട് നടക്കണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, നമ്മൾ വീണു പോകും അല്ലെ? അതാണ് രാജാവ് പറയുന്നത് ആരും കേൾക്കാതെ ആയി എന്നൊരിത് പറഞ്ഞത്. അപ്പൊ ശത്രുക്കൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അദ്ദേഹത്തെ കൊന്നില്ല, അദ്ദേഹത്തെ നാട് കടത്തിയില്ല, അദ്ദേഹത്തെ അടിമയാക്കിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ശരീരം സ്വന്തം ഗൃഹത്തിൽ തന്നെയാണ് ആത്മാവ് ഇരുന്നിരിക്കുന്നത്. പക്ഷേ ആ ശരീരം പറയുന്നത് തന്റെ കയ്യോ കാലോ ഒന്നും തന്നെ കേൾക്കാത്തൊരവസ്ഥയായി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ സുരഥ മഹാരാജാവ് യുദ്ധത്തിൽ തോറ്റ് അദ്ദേഹം പറയുന്നത് ആരും കേട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്റെ ശരീരത്തിന് പ്രായാധിക്യം വന്നത് മൂലം താൻ പറയുന്നത് തന്റെ ശരീരം കേൾക്കാതെയായി. അപ്പോൾ ആ ശരീരത്തിന് എന്ത് തോന്നി? വിരക്തി തോന്നി. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, അപ്പൊ എനിക്ക് എന്താണ് ഇതിൽ നിന്നും മാറി, ഇപ്പൊ ഇതല്ല, അപ്പൊ യഥാർത്ഥ തത്വത്തെ എനിക്ക് മനസ്സിലാക്കണം. ഹയമാരുഹ്യ അല്ലെ, കുതിരയിൽ കയറിയാണ് രാജാവ് പോയത്. എങ്ങോട്ട്? കാനനമായിട്ടുള്ളൊരു വനത്തിലേക്ക്, നിഗൂഢമായൊരു വനത്തിലേക്കാണ് പോയത്. അപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും എന്താണ്, നമുക്കൊരു സ്വസ്ഥത കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകും അല്ലെ? ഹയമാരുഹ്യ, ഹയം എന്ന് പറയുന്നത്
ഇന്ദ്രിയത്തിനെയും കുറിക്കാം, മനസ്സിനെയും കുറിക്കാം. ഇവിടെ മനസ്സിനെ എടുക്കാം. മനസ്സാകുന്ന കുതിരയിൽ കയറി ആ ശരീരം സഞ്ചരിക്കുകയാണ്. എനിക്ക് ഈ ശരീരത്തിന് ഈ ഗതി വന്നല്ലോ, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ നേടും എന്ന് പറഞ്ഞ് ആ മനസ്സിൽ കയറി, ആ മനസ്സാകുന്ന കുതിരയിൽ കയറി ഒരു ഏകാന്തതയിലേക്ക് ഈ ശരീരം സഞ്ചരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ സുരഥനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ല ശരീരത്തിനെയാണ് സുരഥന രാജാവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് വൈശ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കുക, സമാധി എന്നാണ്. അല്ലെ, സമാധി. സമാധി എന്ന് വെച്ചാൽ എന്താ, നമുക്കെല്ലാം അറിയാം. ഒരു തത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വസ്തുവിനാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. അല്ലെ, സമാധിയായി എന്നൊക്കെ പറയും. അതായത് ഒന്നിൽ തന്നെ, അതായത് തന്റെ ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിൽ മാത്രം ലയിക്കുക. അപ്പം എന്തിന്റെ സമാധി എന്ന് പറയുന്ന ഒന്നിൽ മാത്രം ലയിക്കുക എന്നുള്ള എന്തിന്റെ ഗുണമാണ്? മനസ്സിന്റെ ഗുണമാണ്. അപ്പം സമാധ്യവസ്ഥ എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിന്റെ ക്വാളിറ്റിയാണ്, നല്ല മനസ്സാണ്. പക്ഷേ ആ മനസ്സിലും എന്താണ്? കുറെ ദുഃഖങ്ങളുണ്ട്. അല്ലെ, അപ്പൊ നല്ല ശരീരം വന്നു, പക്ഷെ ശരീരത്തിനും കുറെ ദുഃഖങ്ങളുണ്ട്. നല്ല മനസ്സ് വന്നു, പക്ഷെ ആ മനസ്സിനും കുറെ ദുഃഖങ്ങളുണ്ട്. എന്താണ്? ആശാപാശങ്ങളാണ് മനസ്സിന്റെ ദുഃഖങ്ങൾ. ശരീരത്തിന്റെ ദുഃഖം എന്താണ്? താൻ പറയുന്ന ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരീരത്തിന്റെ ദുഃഖം. മനസ്സിന്റെ ദുഃഖം എന്താണ്? ആശാപാശങ്ങളാണ്. എന്റെ കുട്ടി, എന്റെ ഭാര്യ, ഞാൻ സമ്പാദിച്ച ധനം, എന്റെ വീട് എന്നുള്ള ആശാപാശങ്ങളിലാണ് ആ മനസ്സ്. അപ്പം ആ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ആശാപാശങ്ങൾ. അപ്പൊ ഒരു നല്ലൊരു മനസ്സാണ്. അപ്പൊ ഈ നല്ലൊരു മനസ്സും നല്ലൊരു ശരീരവും കൂടെ ഒരു കാട്ടിലെത്തുവാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. ഒരു നല്ലൊരു ശരീരവും നല്ലൊരു മനസ്സും കണ്ടുമുട്ടി. എന്നിട്ട് ഈ മനസ്സും ശരീരവും കൂടെ തീരുമാനം എടുക്കുകയാണ്. എന്താണ്? നമുക്ക് മോക്ഷത്തിലേക്ക് പോകണം, നമുക്ക് ഈ ലോകത്തിലുള്ള ഈ സംസാര ദുഃഖത്തിൽ നിന്നും വെടിഞ്ഞ് മോക്ഷത്തിലേക്ക് പോകണം, അതിനുള്ള ഉപായം നമുക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഈ മനസ്സും ശരീരവും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. തീരുമാനം എടുത്ത മനസ്സും ശരീരം കൂടെ ആരുടെ അടുത്താണ് പോണത്? സുമേധസിന്റെ അടുത്താണ്. മേധസ് എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ് അർത്ഥം. സുമേധസ്, നല്ല ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പൊ ഈ ശരീരവും, നല്ല ശരീരവും നല്ല മനസ്സും കൂടെ ബുദ്ധിയുടെ അടുത്തേക്കാണ് പോണത്. ബുദ്ധിയുടെ സഹായം തേടുകയാണ്. ഹേ ബുദ്ധി, നമുക്ക് ഈ ശരീരത്തിനും മനസ്സിനും നല്ല മാർഗം കിട്ടാൻ, മോക്ഷം കിട്ടാൻ, അല്ലെങ്കിൽ നല്ലതിലേക്ക് പോകാൻ എന്താണ് മാർഗം എന്ന് ആ ബുദ്ധിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ബുദ്ധി ആ മനസ്സിനും ശരീരത്തിനും സ്പഷ്ടീകരിച്ച് കൊടുക്കുകയാണ് എങ്ങനെയാണ് മോക്ഷം നമുക്ക് കിട്ടുന്നത്, മോക്ഷത്തിനുള്ള ഉപായം എന്താണ് എന്ന് കഥരൂപത്തിൽ ആ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മോക്ഷം വേണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ആദ്യം വേണം. എന്താണ്? നല്ല ശരീരവും നല്ല മനസ്സും നല്ല ബുദ്ധിയും. ഇതാണ് ഒരു മോക്ഷത്തിലേക്കുള്ളതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആദ്യ പടിയാണ് ദേവി മഹാത്മ്യത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നല്ല ശരീരവും നല്ല മനസ്സും നല്ല ബുദ്ധിയും ചേർന്നാൽ നമുക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിഞ്ഞു കാണും എന്നുള്ളതാണ് ഈ 1-ാമത്തെ അധ്യായത്തിലെ ഗൂഢാർത്ഥമായി പറയുന്നത്. അപ്പോൾ ഇനി ആ ബുദ്ധിയാണ് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ 3 സംഗമം വേണം. എന്താ വേണം? നല്ല മനസ്സ്, നല്ല ശരീരം, നല്ല ബുദ്ധി. ഇവ 3മായി. അപ്പൊ ആദ്യത്തെ പടി നമ്മൾ ആയിക്കഴിഞ്ഞു. നല്ല മനസ്സും നല്ല ബുദ്ധിയും നല്ല ശരീരവും. എങ്കിൽ മാത്രമേ മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ മോക്ഷത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇനി മോക്ഷത്തിലേക്ക് പോകാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ജയിക്കണം. അല്ലെ, നല്ല ബുദ്ധിയാണ്, ആ ബുദ്ധിയെയും ജയിക്കണം. അതിനുള്ളതാണ് ഈ 3 കഥകളായി പറയുന്നത്. അപ്പൊ 1-ാമത്തെ കഥ നമുക്ക് പറയാം. സുമേധസ് മഹർഷി പറഞ്ഞു കൊടുത്ത 1-ാമത്തെ കഥ എന്ന് പറയുന്നത് മധുകൈടഭന്മാരുടെ കഥയാണ്. അപ്പൊ എന്താണ് മധുകൈടഭന്മാരുടെ കഥ എന്നാണ് നമുക്ക് നോക്കാം. അതായത് ലോക അവസാനമായി പ്രളയമെല്ലാം കഴിഞ്ഞ് സാക്ഷാൽ മഹാവിഷ്ണു ആദിശേഷനിൽ ശയനം കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ ചെവിയിൽ നിന്നും മധുകൈടഭൻ, ചെവിയുടെ മലത്തിൽ നിന്നും മധുകൈടഭൻ എന്നുള്ള 2 അസുരന്മാര് ജനിക്കുന്നു. എന്നിട്ട് ഈ 2 അസുരന്മാരും ബ്രഹ്മാവിനെ കൊല്ലാനായി പോകുന്നു. ബ്രഹ്മാവിനെ കൊല്ലാനായി പോകുമ്പോൾ ബ്രഹ്മാവിന് ഇത് കണ്ടിട്ട് ആകപ്പാട് എന്താണ്? ഒരു വിഷമത്തിൽ അദ്ദേഹം മഹാവിഷ്ണുവിനെ വിളിക്കുന്നു. പക്ഷെ മഹാവിഷ്ണു കേൾക്കുന്നില്ല. അദ്ദേഹം യോഗനിദ്രയിലാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന് യോഗനിദ്ര വരാനുള്ള കാരണം ആരാണ് എന്നും ഭഗവാൻ ചിന്തിക്കുന്നു, ബ്രഹ്മാവ് ചിന്തിക്കുന്നു. അപ്പൊ സാക്ഷാൽ മഹാമായയാണ് കാരണമെന്ന് മനസ്സിലാക്കി ആ തമോരൂപയായ മഹാമായയെ അദ്ദേഹം സ്തുതിക്കുന്നു. അതിൽ നിന്നും മഹാകാളി ഉത്ഭവിച്ച് മഹാവിഷ്ണുവിന് ബോധം കൊടുത്ത് മധുകൈടഭന്മാരെ അവർക്ക് ഭ്രമമുണ്ടാക്കി മധുകൈടഭന്മാരെ മഹാവിഷ്ണുവാൽ
അവർ വധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കഥ. അപ്പൊ ഇതിന് ഒരു സാരമുണ്ട്, ഒരു ഗൂഢാർത്ഥമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഗൂഢാർത്ഥം. അപ്പം ഇതിലെ 3 ദേവതകളാണ്. ഈ 3 അധ്യായങ്ങൾക്ക് ഇതിന് 3 ദേവതകളായിട്ടാണ്. പ്രഥമ ചരിത്രത്തിന് മഹാകാളിയും, മധ്യമ ചരിത്രത്തിന് മഹാലക്ഷ്മിയും, ഉത്തമ ചരിത്രത്തിന് മഹാസരസ്വതിയുമാണ് ദേവത. എങ്ങനെയാണ് ഈ ദേവതകൾ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം നമ്മൾ ഈ കഥയിലേക്ക് പോവാം, കഥയുടെ ഗൂഢാർത്ഥത്തിലേക്ക് പോവാം. ഒന്നാമത് എന്താണ് പറയുന്നത്? പ്രളയം കഴിഞ്ഞ് ലോകത്തിൽ സൃഷ്ടിയൊന്നും നടന്നിട്ടില്ല, പ്രളയം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ, ലോകത്തിൽ ജലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ ഇതിലാണ് ശയിച്ചു കൊണ്ടിരിക്കുന്നത്? ആദിശേഷനിൽ. അപ്പോൾ ലോകത്തിൽ ശേഷിക്കുന്നത് എന്താണ്? ഒന്ന് മാത്രമേ ഉള്ളൂ, ആദി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശേഷൻ. വേറൊരു പേരുകൊണ്ട് ഞാൻ പറയാം. ആദിശേഷനിൽ മഹാവിഷ്ണു നിദ്ര പ്രാപിച്ചിരിക്കുന്നു, യോഗനിദ്ര പ്രാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നാഭിയിൽ ബ്രഹ്മാവിരിക്കുന്നു. ബ്രഹ്മാവ് ആരാണ്? ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററായ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, പരമാത്മാവായ മഹാവിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ചെവിയിൽ നിന്നും മധു, കൈഡഭൻ എന്നുള്ള 2 പേരുണ്ടായി അല്ലെ. എന്താണ് മധു, എന്താണ് കൈഡഭൻ എന്നുള്ളതിന് അർത്ഥം നോക്കാം. എല്ലാ പേരിനും ഓരോ അർത്ഥത്തോടു കൂടിയാണ് ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മധു എന്നാൽ നമുക്കറിയാം എന്താണ്? മാധുര്യം, അല്ലെങ്കിൽ എന്താണ്? മധുരത, അല്ലെങ്കിൽ എന്താണ്? ഒരു സ്വീറ്റ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഒരു മധുരത. മധുരത എന്താണ്? നമ്മളെ ഒന്നിലേക്ക് അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ മാധുര്യം. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പാൽപ്പായസം കുടിക്കാൻ കാരണം എന്താണ്? അതിലെ മധുരം മൂലമാണ് നമ്മൾ പാൽപ്പായസം കുടിക്കുന്നത്. അല്ലെ, നമ്മൾ തേൻ കുടിക്കാൻ ആശിക്കുന്നതാണ്, അതിലുള്ള മധുരമാണ്. അതിലെ ആ മധുരമാണ് നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ മധു എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന വിഷയങ്ങൾ, ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങളും വിഷയസുഖങ്ങളാണ് മധു എന്ന അസുരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്തിലുള്ള വിഷയസുഖം. ഇനി എന്താണ്? കൈഡഭൻ. കീടത്തിന്റെ അവസ്ഥയാണ് കൈഡഭത്വം. അതായത് കീടം, വണ്ടിന്റെ അവസ്ഥ. അപ്പൊ വണ്ട് എന്ത് ചെയ്യുന്നു? ഈ പൂവുകളിലെല്ലാം പോയി ഈ മധുവിനെ നുകരുകയാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കൈഡഭൻ എന്ന അസുരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളും. മധു എന്ന അസുരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിലുള്ള ഈ വിഷയങ്ങളുമാണ്. ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ വിഷയത്തിലേക്ക് പോയി രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓരോ വിഷയങ്ങളിലേക്ക്. കണ്ണ് അതിന്റെ വിഷയങ്ങളിലും, മൂക്ക് അതിന്റെ വിഷയങ്ങളിലും, ചെവി അതിന്റെ വിഷയങ്ങളിലും, നാവ് അതിന്റെ വിഷയങ്ങളിലും, ത്വക്ക് അതിന്റെ വിഷയങ്ങളിലും ചേർന്ന് ഈ വിഷയസുഖത്തിലാണ് രമിച്ചിരിക്കുന്നത്. അതിന് എന്തില്ല? ആത്മസുഖം വേണ്ട, അതിന് വിഷയസുഖമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങൾ വിഷയസുഖത്തിലേക്ക് പോകുന്നു. അപ്പൊ മധുവും കൈഡഭനും എന്ന് പറയുന്നത് ഇന്ദ്രിയവും വിഷയങ്ങളുമാണ്. അപ്പൊ ഇവരാരെയാണ് കൊല്ലാൻ ശ്രമിച്ചത്? ബ്രഹ്മാവിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. അപ്പൊ ബ്രഹ്മാവ് ആരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞില്ലേ, സൃഷ്ടികർത്താവാണെന്ന് പറഞ്ഞു. ഈ ലോകത്തിനെ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന, നമ്മളിൽ തന്നെ എല്ലാം സൃഷ്ടിക്കുന്നത് ആരാണ്? മനസ്സാണ്. ചിന്ത്യം, വിചാര്യം, ഊഹ്യം, ദേയം, സങ്കല്പം, നമ്മളിൽ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ക്രിയേറ്റർ ആരാണ്? മനസ്സാണ്. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്നത് മനസ്സിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഈ മധുവും കൈഡഭനും എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയുമാണ്. ബ്രഹ്മാവ് നമ്മുടെ മനസ്സിനെയാണ് കുറിക്കുന്നത്. അപ്പൊ മനസ്സിന് മാത്രമേ എല്ലാത്തിനും, നമുക്ക് ആദിശങ്കരാചാര്യ തന്നെ അദ്ദേഹത്തിന്റെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നുണ്ട്, 1-ാമത്തെ ശ്ലോകമായിട്ട്, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം. ഈ വിശ്വം എന്ന് പറയുന്നത് ഇല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. വിശ്വം എന്ന് പറയുന്നത് അസത്യമാണ്, ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നാണ് പറയുന്ന ആചാര്യൻ. അതായത് ഈ വിശ്വം എന്ന് പറയുന്നത് എന്താണ്? നിജാന്തർഗതം, അതായത് നിന്റെ അകത്തുള്ള കണ്ണാടി പുറമേ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഇമേജ് മാത്രമാണ് ഈ വിശ്വം. അതായത് നിന്റെ മനസ്സാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ വിശ്വം. ഈ വിശ്വം എന്ന് പറഞ്ഞത് ഇല്ല, അത് മനസ്സാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ മനസ്സാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സാണ് ക്രിയേറ്റർ. എല്ലാം നമ്മളിലുള്ള ദുഃഖമായാലും സുഖമായാലും നമുക്ക് മനസ്സാണ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് ഇത് സുഖമെന്ന് വിചാരിച്ചാൽ അത് സുഖമായി മാറും, മനസ്സുകൊണ്ട് നമ്മൾ അതിനെ ദുഃഖമെന്ന് വിചാരിച്ചാൽ അത് ദുഃഖമായി മാറും. അപ്പൊ മനസ്സാണ് ക്രിയേറ്റർ. അപ്പൊ മനസ്സിനെയാണ് സാക്ഷാൽ ബ്രഹ്മാവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്രഹ്മാവാണ് എല്ലാത്തിനെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്രഹ്മാവ് എങ്ങനെ ആയിരുന്നോണ്ടിരുന്നത്? മഹാവിഷ്ണുവിൽ നോക്കിക്കൊണ്ടാണ്. മഹാവിഷ്ണു ആരാണ്? സാക്ഷാൽ ആത്മാവാണ്. അവിടെ ആത്മാവാണ്. അദ്ദേഹത്തിന് നിർവികാരനായി അവിടെ കിടക്കുകയാണ് അല്ലെ. ഒരു വികാരവും ഇല്ലാതെ സൃഷ്ടി ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ സൃഷ്ടി നടക്കാത്തതിന് കാരണം എന്താണ്? ഈ മനസ്സെന്ന് പറയുന്നത് ആത്മനോന്മുഖമായിട്ടിരിക്കുകയാണ്. ഈ മനസ്സ് ഇന്ദ്രിയോന്മുഖമായാൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ അല്ലെ. ഈ മനസ്സ് എപ്പോഴാണോ ഇന്ദ്രിയങ്ങളിലേക്ക് തിരിയുന്നത്, അപ്പോൾ മാത്രമേ മനസ്സ് ഓരോന്നിനെ നിർമ്മിച്ച് ഈ വിശ്വത്തെ ഉണ്ടാക്കുകയുള്ളൂ, സൃഷ്ടി നടക്കുകയുള്ളൂ. അപ്പൊ മനസ്സ് ആത്മനോന്മുഖമായി ഇരിക്കുകയാണ്. മഹാവിഷ്ണുവിനെ നോക്കി ബ്രഹ്മാവ് ഇരിക്കുകയാണ്.
അപ്പൊ ആത്മനോന്മുഖമായ മനസ്സിരിക്കുമ്പോൾ ഇവിടെ സൃഷ്ടിയില്ല. അതുകൊണ്ടാണ് പ്രളയ സമയത്ത് മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരുന്ന സമയത്തിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ സൃഷ്ടിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? ഈ മധുവും കൈടവനും പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നു? ബ്രഹ്മാവിനെയാണ് കൊല്ലാൻ പോകുന്നത്. മഹാവിഷ്ണുവിനെ കൊല്ലാൻ തോന്നിയില്ല അവർക്ക്. അല്ലെ, എന്തുകൊണ്ട് മഹാവിഷ്ണുവിനെ കൊല്ലാൻ തോന്നിയില്ല? അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനമില്ല. കാരണം എന്താ? നിർവികാരനായിട്ട് കിടക്കുകയാണ്, ആത്മാവാണ്. കേവലം സാക്ഷി രൂപത്തിൽ മാത്രമേ അദ്ദേഹത്തിന് നമ്മുടെ ശരീരത്തിലുള്ളൂ. ഈ ലോകത്തിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? ബ്രഹ്മാവ് വേണം. അപ്പൊ ഈ ബ്രഹ്മാവിനെ കയറി പിടിച്ചാൽ മാത്രമേ താൻ എങ്ങോട്ട് വിഷയസുഖത്തിലേക്ക് തനിക്ക് പോകാൻ പറ്റുള്ളൂ. മഹാവിഷ്ണുവിനെ പിടിച്ചാൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ആ മനസ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ആത്മനോന്മുഖമായിരിക്കുന്ന ആ മനസ്സിനെ തിരിച്ച് ഇന്ദ്രിയോന്മുഖമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മധുവും കൈടവനും. ഓരോ പ്രലോഭനങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ പറയും, അങ്ങോട്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ഭഗവാനിനെ ചിന്തിച്ചിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മുടെ അവിടെ അടുക്കളയിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മധുര പലഹാരം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ മണം വരും. ഉടനെ നമ്മുടെ മൂക്കിലേക്ക് ആ മണം കയറും. നമ്മുടെ ഇന്ദ്രിയം ആ മണത്തിനെ ഗ്രഹിക്കും. എന്നിട്ട് പറയും, അവിടെ എന്തോ ഉണ്ടാക്കുന്നു, ഭഗവാനെ ധ്യാനിച്ചതൊക്കെ മതി, അവിടെ പോയ പായസം കുടിക്കാം എന്ന് നമ്മുടെ മനസ്സെന്ത് ചെയ്യും? മനസ്സിനെ അവിടെ നിന്ന് എണിപ്പിക്കാൻ ശ്രമിക്കും ഈ ഇന്ദ്രിയം. അപ്പൊ ഇന്ദ്രിയം വഴിയാണ് ആ മനസ്സിന് എന്ത് കിട്ടിയത്? ആ ജ്ഞാനം ലഭിച്ചത്, പുറമേയുള്ള ജ്ഞാനം ലഭിച്ചത്. എന്നിട്ട് ആ മനസ്സ്, ആ ഇന്ദ്രിയങ്ങൾ ആ മനസ്സിനെ പ്രലോഭിപ്പിച്ച് ആ നമ്മുടെ ആത്മനോന്മുഖമായ പ്രവൃത്തിയിൽ നിന്നും മനസ്സിനെ ഇന്ദ്രിയോന്മുഖമായ പ്രവൃത്തിയിലേക്ക് നയിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ ആകുന്ന മധുവും, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ആകുന്ന മധുവും കൈടവനും ബ്രഹ്മാവിനെ അറ്റാക്ക് ചെയ്ത് ബ്രഹ്മാവ് ആത്മനോന്മുഖമായിരിക്കുന്ന അദ്ദേഹത്തെ തിരിച്ച് ഇന്ദ്രിയോന്മുഖമാക്കി സൃഷ്ടിയിലേക്ക് ഇടാൻ വേണ്ടി, മനസ്സിനെ ലോകത്തിലേക്ക്, ഭവസാഗരത്തിലേക്ക് വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ മനസ്സിന് മുമ്പും ഇതെല്ലാം അനുഭവിച്ചതാണ് ആ മനസ്സ്. അപ്പോൾ മനസ്സ് എന്ത് ചെയ്യുന്നു? ആ പരമാത്മാവിനെ വിളിക്കുന്നു, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എനിക്ക് ഈ ഭവസാഗരത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, എന്നെ അങ്ങ് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം നോക്കുന്നു, മഹാവിഷ്ണു യോഗനിദ്രയിലാണ് ഇരിക്കുന്നത്. അപ്പൊ യോഗനിദ്രയിൽ നിന്നുള്ള കാരണം ആരാണെന്ന് നോക്കുന്നു. നിദ്രയ്ക്ക് കാരണം തമസാണ്. അപ്പൊ തമോഭൂതയായ ദേവിയാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ബ്രഹ്മാവ് മനസ്സിലാക്കുന്നു, മഹാമായയാണ് കാരണമെന്ന്. അപ്പോൾ അദ്ദേഹം മഹാമായയെ സ്മരിക്കുന്നു. അപ്പോൾ മഹാമായ എന്ന് പറയുന്ന ആ മായ ചിത്താണ്, അല്ലെ? സത്താണ്. സത്ത്, ചിത്ത്, ആനന്ദ സ്വരൂപമായിട്ടാണ് ഭഗവാൻ കിടക്കുന്നത്. ഭഗവാൻ സത്വഗുണപ്രധാനനാണ് മഹാവിഷ്ണു. അദ്ദേഹമാണ് നമ്മുടെ ആത്മാവായി വിളങ്ങുന്നത്. സത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ആവരണം ചെയ്തിരിക്കുന്ന മായയാണ് എന്നാൽ ചിത്തായിട്ടുള്ള ചിത് സ്വരൂപിണിയായ ദേവി. ദേവിക്ക് ചിത് സ്വരൂപിണി എന്നുള്ള പേര് തന്നെ. ചിദഗ്നികുണ്ഡ സംഭൂതായ നമഃ എന്ന് പറഞ്ഞ ദേവിക്ക് പേരുണ്ട്. അതുപോലെ ചിത്കല, ആനന്ദകലിക, ചിത്കലയാണ് ദേവി. അതുപോലെ ആ ദേവി എന്താണ്? ആ ചിന്മയ സ്വരൂപിണിയായ ചിത് സ്വരൂപിണിയാണ് ദേവി. ആ ദേവിയായ മായ ആ മഹാവിഷ്ണുവിൽ നിന്നും മാറുന്നു. അതുകൊണ്ടാണ് ദേവിക്ക് പത്മനാഭ സഹോദരി എന്നുള്ള പേര് വരാൻ കാരണം ഈ സത്വമാകുന്ന മഹാവിഷ്ണുവും ഈ മായയാകുന്ന ദേവിയും രണ്ടും ഒരേ ഇടത്തിൽ നിന്നാണ് പിരിഞ്ഞ് രണ്ടായി മാറിയത്. അതുകൊണ്ട് സത്വം ചിത്തും മിച്ചമായി കിടക്കുന്ന ആദിശേഷൻ എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാൽ ആനന്ദം. ആനന്ദത്തിൽ ഭഗവാൻ രമിച്ചിരിക്കുകയാണ്. ആ സത്വം ചിത്തും ആനന്ദത്തിൽ രമിച്ചാണ് അവിടെ കിടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സച്ചിദാനന്ദം. അതുകൊണ്ടാണ് ശേഷഹ എന്ന് പറയുന്നത്. സത്തിനും ചിത്തിനും, സത്തെന്ന മഹാവിഷ്ണു, സത്വമായ മഹാവിഷ്ണുവും അതിലെ ചിത്തായ മായയായ ദേവിയും, അത് രണ്ടും കഴിഞ്ഞാൽ മിച്ചം വരുന്നതെന്നാണ്? ശേഷിക്കുന്ന ഏതാണ്? ആനന്ദം. ആനന്ദമായ ശേഷനിൽ ശയിച്ചു കൊണ്ടിരുന്നു. അതാണ് സച്ചിദാനന്ദൻ. ആ സച്ചിദാനന്ദ സ്വരൂപത്തിലാണ് മനസ്സ് നോക്കിക്കൊണ്ടിരുന്നത്. ആ മനസ്സിനെ, സച്ചിദാനന്ദ സ്വരൂപത്തിൽ ലയിച്ചിരുന്ന മനസ്സിനെ ഇന്ദ്രിയോന്മുഖമാക്കാൻ വേണ്ടി, വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മധുവും കൈടവനും എന്ന് പറഞ്ഞ ഇന്ദ്രിയവും ഇന്ദ്രിയാർത്ഥവും ശ്രമിച്ചത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ആത്മാവെന്ന് പറയുന്നത് സത്വരൂപവും മനസ്സെന്ന് പറയുന്നത് രജോഭൂതവും. രജസിന് മാത്രമേ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ടാണ് സത്വത്തിന് മാത്രമേ നമുക്ക് സാക്ഷ്യത്വം, അതായത് നമുക്ക് ജീവൻ നൽകാനുള്ള ഒരു കഴിവുള്ളൂ. ആത്മാവ് സത്വഭൂതമാണ്, അല്ലെ? ശുദ്ധസത്വമാണ്. സത്വവും ശുദ്ധസത്വവും വേറെ വേറെയാണ്. എന്നാണ് നമുക്ക് നോക്കാം. അപ്പൊ 3 ഗുണങ്ങളാണ്. ദേവിക്ക് ത്രിഗുണ എന്നൊരു പേരുണ്ട്. സത്വം, രജസ്, തമസ്. ഇന്ദ്രിയങ്ങൾ തമോ ഗുണത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും തമോ ഗുണത്തിനെയും, മനസ്സ് രജോ ഗുണം. രജമാണ് ക്രിയേറ്റർ. മനസ്സ് രജസിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സാങ്ക്യദർശനത്തിന്റെ ഉത്പത്തിയിൽ തന്നെ പറയും, എന്താണ്? അവ്യക്തത്തിൽ നിന്ന് മഹത്തുണ്ടായി, മഹത്തിൽ നിന്നും അഹങ്കാരമുണ്ടായി, അഹങ്കാരങ്ങൾ 3ആയി വിഭജിച്ചു. സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം. അതായത് സാത്വിക അഹങ്കാരവും രാജസിക അഹങ്കാരവും ചേർന്ന് എന്താണ്? പഞ്ച ഇന്ദ്രിയങ്ങൾ ഏകാദശ ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. അതുപോലെ രാജസിക അഹങ്കാരവും താമസിക അഹങ്കാരവും ചേർന്ന് പഞ്ച തന്മാത്രകളും അതിൽ നിന്ന് പഞ്ചമഹാഭൂതവും. അങ്ങനെയാണ് ഈ സൃഷ്ടി ഉണ്ടായെന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, ഈ രണ്ടിലും കോമൺ രജസാണ്. സത്വവും രജസും ചേർന്നാണ് എന്തുണ്ടായത്?
ഏകാദശ ഇന്ദ്രിയങ്ങൾ ഉണ്ടായത്. അതുപോലെ ഇത് രജസും തമസും ചേർന്നിട്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. അപ്പോൾ രജസ് കോമൺ ആണ്. അപ്പൊ രജസ് ഉണ്ടെങ്കിൽ മാത്രമേ സത്വമാണെങ്കിലും തമസാണെങ്കിലും പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മനസ്സിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തത്. രജസ് കം തമഃ പ്രവർത്തതേ. രജസ് ഇല്ലാതെ തമസം വർക്ക് ചെയ്യത്തില്ല, രജസ് ഇല്ലാതെ സത്വവും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് മനസ്സിനെ പിടിച്ച് നടുക്കിട്ടത്. ഈ മനസ്സാണ് ഇന്ദ്രിയത്തിനെയും ഈ ആത്മാവിനെയും ബന്ധിച്ച് നമ്മൾ ഈ ഭവസാഗരത്തിൽ ഓടിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ മനസ്സാണ്. ഈ മനസ്സ് നേരെ തിരിഞ്ഞ് ആത്മനോന്മുഖമായി കഴിഞ്ഞാൽ എന്താണ്, എല്ലാ പ്രവൃത്തിയും നിന്നും ഡിസ്കണക്ഷൻ ആയ പിന്നെ നമുക്ക് രണ്ടും തമ്മിലുള്ള ബന്ധമില്ല. സത്വവും തമസും തമ്മിലുള്ള ബന്ധമില്ല. ഈ സത്വത്തിനും തമസിനും തമ്മിൽ ബന്ധം കൊടുക്കുന്നതാണ് ഈ രജസ്. ഈ രജോ ബന്ധം കൊണ്ടാണ് നമുക്ക് ഈ ലോകം ഉണ്ടാകുന്നതും ലോകത്തിലുള്ള ഭവസാഗരത്തിൽ നമ്മൾ വീഴുകാനും കാരണം. അതുകൊണ്ടാണ് മനസ്സിനെ ആത്മനോന്മുഖമാക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ശ്രമിക്കുന്നു വിഷയോന്മുഖമാക്കാൻ. അപ്പൊ ഈ മനസ്സാകുന്ന ബ്രഹ്മാവ് നേരെ ദേവി അതിൽ നിന്നും മായയെ ധ്യാനിക്കുന്നു. അത് ഒരു ഗുണത്തിനെ നശിപ്പിക്കാൻ ആ ഗുണത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ദേവി തമോരൂപയായ, അതിൽ നിന്നും മായാസ്വരൂപം, മായ എന്ന് പറഞ്ഞ തപസ്സിന്റെ പ്രതീകമാണ് മായ. അപ്പൊ ഈ സത്വത്തിനെ ആവരണം ചെയ്തിരുന്ന ആ മായ തമസായ ദേവി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ ദേവി തമോരൂപയായി പുറത്തേക്ക് വരും. ഈ തമസാണ്, ഇന്ദ്രിയങ്ങൾ തമസാണെന്ന് പറഞ്ഞു. ആ തമസിനെ നശിപ്പിക്കാൻ ആരാ? തമോരൂപയായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രജസിനെ നശിപ്പിക്കാൻ രജസിനെ സാധിക്കൂ, സത്വത്തിനെ നശിപ്പിക്കാൻ സത്വത്തിനെ സാധിക്കൂ. അതുകൊണ്ടാണ് ദേവി 3 രൂപം എടുക്കുന്നത്. ഒന്നാമത്തെ ഈ അധ്യായത്തിൽ ദേവി രജസ്, അതായത് തമോ നാശമാണ്, ഇന്ദ്രിയ നാശമാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ പടിയായിട്ടുള്ള ഇന്ദ്രിയ നാശമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ദേവി എന്തായി? തമോരൂപമായ ദേവി മാറിയപ്പോൾ സത്വം ഉണർന്നു. ആ സത്വമായ ആത്മാവ് ഉണർന്നു. ആത്മാവ് ഉണർന്നപ്പോ എന്തായി? ഈ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നു ഈ മനസ്സിന്, ഇത് നല്ലതല്ല, അങ്ങോട്ടേക്ക് പോകരുത്. ഈ ഇന്ദ്രിയങ്ങളും വിഷയസുഖങ്ങളും നല്ലതല്ല എന്ന് മനസ്സിനെ പറഞ്ഞിട്ട് ഈ ഇന്ദ്രിയങ്ങളെയും വിഷയസുഖങ്ങളെയും തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ആത്മാവ് ശ്രമിക്കുകയാണ്. ആത്മാവ് കുറെ വർഷം ശ്രമിച്ചു, നടന്നില്ല. പഞ്ചവർഷ സഹസ്രാണി, 5000 വർഷമാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. നോക്കൂ, യുദ്ധത്തിന് ബാഹുപ്രഹരണേന ഒരു ആയുധവും ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താ? ആയുധം കൊണ്ട് കീഴടക്കാൻ പറ്റുന്നതല്ല ഇന്ദ്രിയങ്ങളെ. അപ്പൊ അദ്ദേഹം ബാഹുയുദ്ധം, ബന്ധയുദ്ധം ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആത്മാവും ആ മനസ്സും കൂടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിൽ സാധിക്കാതെ വന്നപ്പോൾ ഈ മഹാമായായ കാളി, മഹാകാളി എന്ത് ചെയ്യുന്നു? ഈ ഇന്ദ്രിയങ്ങൾക്ക് മോഹം ഉണ്ടാക്കുന്നു. മോഹം ഉണ്ടാക്കിയിട്ട് എന്താണ്? തങ്ങൾ പറയുന്നു ഇന്ദ്രിയങ്ങളാണ് വലുതെന്ന് ഇന്ദ്രിയങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പറയുന്നു, ഈ മധുവും കൈടവനും ഭഗവാനോട് പറയുന്നു, എന്ത് പറയുന്നു? നിനക്കൊരു വരം തരാം, എന്ത് വരം വേണം നീ ചോദിച്ചു. അപ്പൊ ഭഗവാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്നാൽ കൊല്ലപ്പെടണം, അതാണ് എനിക്കുള്ള ആവശ്യമായ വരം എന്ന് പറയുന്നു. അപ്പോൾ ഇവര് നോക്കുമ്പോൾ എന്താണ്? എല്ലായിടത്തും ജലം മാത്രമാണ് കിടക്കുന്നത്, വേറൊന്നുമില്ല. അപ്പൊ ഇവര് ചോദിക്കും, എവിടെയാണോ ജലമില്ലാത്തത് അവിടെ വെച്ച് ഞങ്ങളെ കൊന്നോളൂ. കാരണം എന്താണ്? ജലം അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആപോവ ഇതകും സർവം, ഈ ലോകം മുഴുവൻ ജലം നിറഞ്ഞതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിഷയമില്ലാത്ത ഒരിടവും ഈ ലോകത്തിലില്ല. ലോകത്തിൽ എല്ലായിടത്തും വിഷയം നിറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ കൊല്ലാൻ സാധിക്കില്ല എന്ന് തന്നെ ഇന്ദ്രിയങ്ങൾക്ക് അറിയാം. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ സാധിക്കില്ല. എന്താണ്? ഈ ലോകം മുഴുവൻ വിഷയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും അവരെ ആ വിഷയമില്ലാത്തൊരിടത്ത് വെച്ച് ഇന്ദ്രിയത്തെ കൊല്ലാൻ സാധിക്കില്ല, അല്ലെ? അതുകൊണ്ടാണ് അവര് പറഞ്ഞത്, ജലമില്ലാത്ത എവിടെ വെച്ചോ അവിടെ ഞങ്ങളെ കൊന്നോളൂ, അതിന് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ മഹാവിഷ്ണു എന്ത് ചെയ്യുന്നു? അവരെ തന്റെ തൊടയിൽ വെച്ച് സുദർശന ചക്രം കൊണ്ടാണ് നല്ല ദൃഷ്ടിയേകി, സുദർശനം എന്ന് പറയുന്നത് നല്ല ദൃഷ്ടിയേകി അവരെ വധിക്കുകയാണ്, തൊടയിൽ വെച്ച് വധിക്കുകയാണ്. തൊടയിൽ വെച്ചിട്ടാണ് അദ്ദേഹം വധിക്കുന്നത്, നല്ല ദൃഷ്ടി, സുദർശന ചക്രം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയ നിഗ്രഹമാണ് 1-ാമത്തെ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആത്മനോന്മുഖമായ മനസ്സെ ഇന്ദ്രിയോന്മുഖമാക്കാതെ ആത്മനോന്മുഖമായി തന്നെ ഇരിക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളെയാണ് ആദ്യത്തെ പടി നമ്മൾ പറഞ്ഞു, നല്ല ശരീരം, നല്ല മനസ്സ്, നല്ല ബുദ്ധി എന്നുള്ള 3 വേണം. അടുത്ത ലെവലായിട്ട് എന്താണ്? ഇന്ദ്രിയ നിഗ്രഹങ്ങളെ, വേണ്ടാത്ത ചിന്തയിലേക്ക് ഇന്ദ്രിയങ്ങളെ നയിക്കാതിരിക്കുക. ഇന്ദ്രിയങ്ങളെ ഈ വിഷയത്തിലേക്ക് നയിക്കാതെ ഇന്ദ്രിയവും മനസ്സും തമ്മിലുള്ള ബന്ധത്തിനെ വിച്ഛേദിച്ച് ഈ മനസ്സിനെ ആത്മനോന്മുഖമാക്കണം. അപ്പൊ അതിനാവേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹങ്ങളാണ്. അപ്പൊ ഈ ഇന്ദ്രിയ നിഗ്രഹമാണോ മധുകൈടഭവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിക്കണം. യമനിയമാസനങ്ങളെല്ലാം പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ നമ്മൾ കൈവരിക്കണം എന്നാണ് 1-ാമത്തെ ചാപ്റ്ററിലേക്ക് അതുകൊണ്ട് പറയുന്നത്. ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ എന്താണ്? മഹിഷാസുര വധമാണ് പറയുന്നത്, അല്ലെ? 2-ാമത്തെ ആ മധ്യമ ചരിത്രത്തിൽ പറയുന്ന മഹിഷാസുരന്റെ വധമാണ്. ഇപ്പൊ മഹിഷാസുരനാണ്, അവന്റെ കഥ ആദ്യം പറയാം, എന്നിട്ട് അതിലുള്ള തത്വം പറയാം. അപ്പൊ എന്താണ്? ആദ്യം ദേവന്മാരും അസുരന്മാരും ഒരു 100 വർഷം ഭയങ്കരമായ യുദ്ധം നടക്കുന്നു. ആ 100 വർഷം യുദ്ധത്തില്
മഹിഷാസുരന്റെ സൈന്യം ദേവന്മാരെ തോൽപ്പിക്കുന്നു. തോൽപ്പിച്ച് അവരെ അടിമകളാക്കുന്നു. ഈ ദേവന്മാരെല്ലാം കൂടെ പോയി ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടും കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പൊ അവർക്ക് ക്രോധമുണ്ടാകുന്നു. ആ ക്രോധത്തിൽ നിന്നും അഗ്നി വന്ന്, ക്രോധസമുദ്ഭവ എന്ന് ദേവിക്ക് ഒരു നാമമുണ്ട്. നമ്മുടെ ലക്ഷ്മി അഷ്ടോത്തരം നോക്കുമ്പോൾ ക്രോധസമുദ്ഭവായി നമഃ എന്നൊരു പേര് പറയുന്നുണ്ട്. ഇവരുടെ ക്രോധത്തിൽ നിന്ന് ഉണ്ടായതാണ് മഹാലക്ഷ്മി, അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. അപ്പം ഈ ക്രോധത്തിൽ നിന്നും, ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവിൽ നിന്നും മഹേശ്വരനിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഒരു അഗ്നി ഉണ്ടായി. അഗ്നിയിൽ നിന്നും സാക്ഷാൽ ദുർഗാദേവി മഹാലക്ഷ്മി അവതരിക്കുകയാണ്. ആ മഹാലക്ഷ്മിയായ ദുർഗാദേവിക്ക് ദേവന്മാരെല്ലാം അവരവരുടെ ആയുധങ്ങൾ കൊടുക്കുന്നു. ആ ആയുധങ്ങൾ കൊണ്ട് ദേവി മഹിഷാസുരനെ നിഗ്രഹിക്കാനായി പോകുന്നു. മഹിഷാസുരന്റെ സൈന്യത്തെ ആദ്യം നിഗ്രഹിക്കുന്നു. മഹിഷാസുരന്റെ ഒരു 16 പടയാളികൾ, 16 യോദ്ധാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ദുർധരൻ, ദുർമുഖൻ, ബിഡാലൻ, അസിലോമൻ, അങ്ങനെ കുറെ അസുരന്മാർ, ഒരു 16 പേരെ പറയുന്നു. ആ 16 പേരെ നിഗ്രഹിക്കുന്നു. അതിനുശേഷം മഹിഷാസുരനെ ദേവി മർദ്ദിച്ചു നിർത്തുന്നു. ഇതാണ് അതിന്റെ കഥ, അല്ലെ? മഹിഷാസുരൻ പല രൂപങ്ങൾ ധരിച്ചാണ് വരുന്നത് ദേവിയോട്. ആദ്യം എന്താണ്, ആനയായി വരുന്നു, പിന്നെ സിംഹമായി വരുന്നു, പിന്നെ മനുഷ്യരൂപത്തിൽ വരുന്നു. ആ പിന്നെ മൃഗരൂപത്തിൽ നിന്ന്, അതായത് മഹിഷരൂപത്തിൽ നിന്നും ഉടല് മഹിഷരൂപവും തല മനുഷ്യരൂപവുമായിരിക്കുന്ന സമയത്ത് ദേവി മഹിഷാസുരന്റെ തല വെട്ടി അവനെ നിഗ്രഹമില്ല, മഹിഷാസുരനെ മർദ്ദിച്ച് നിർത്തുന്നേ ഉള്ളൂ. മഹിഷാസുരനെ ദേവി കൊല്ലുന്നില്ല, മർദ്ദിച്ച് അവിടെ അടക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ കഥ. രണ്ടാമത്തെ ഇതിന് എന്താണ് അതിന്റെ സാരമെന്ന് നമുക്ക് നോക്കാം, അല്ലെ? അപ്പൊ അതിലേക്ക് പോകുമ്പോൾ ഒന്നാമത് പറയുന്നത് എന്താണ്, ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം യുദ്ധം നടന്നു എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ് എത്ര വയസ്സാണ്? 100 വയസ്സാണ്, അല്ലെ? ശതായു പുരുഷ എന്നാണ് വേദം പറയുന്നത്. 100 വർഷമാണ് പുരുഷന്റെ ആയുസ്. അപ്പോൾ ആ 100 വർഷം എന്താണ്, ദേവന്മാരും അസുരന്മാരും തമ്മിൽ അടിയുണ്ടായി, അല്ലെ? നല്ല ചിന്തകളും ചീത്ത ചിന്തകളും തമ്മിൽ നമ്മുടെ ശരീരത്തിൽ 100 വർഷവും അടി നടക്കുകയാണ്. നമുക്ക് എത്രത്തോളം ജീവനുണ്ടോ അത്രത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ നല്ലതും ചീത്തയും തമ്മിൽ അടി നടക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ നല്ല വിഷയങ്ങളിലേക്ക് പോകണോ അല്ലെ ചീത്ത വിഷയങ്ങളിലേക്ക് പോകണോ എന്നുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആര് ജയിക്കുന്നതിനെ പൊറിച്ചിരിക്കും. ഇന്ദ്രിയങ്ങൾ നല്ല വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ദേവഗുണമാണ്. ഇന്ദ്രിയങ്ങൾ ചീത്ത വിഷയങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അസുര ഗുണമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എപ്പോ ചീത്ത വിഷയങ്ങളിലേക്ക്, ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇന്ദ്രിയങ്ങൾ മനസ്സ് നയിക്കുകയാണ്. മനസ്സെന്നാണ് ഉദ്ദേശിച്ചത്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു കഴിഞ്ഞു, മനസ്സിനെ എടുക്കാം. ഓക്കെ, മനസ്സ് നല്ല വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് ദേവഗുണമായും മനസ്സ് ദുഷ്ട വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ അസുര ഗുണമായും ഭവിക്കുന്നു. അപ്പൊ ഈ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളുമുള്ള അടി മനസ്സിൽ എപ്പോഴും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ലത് ചെയ്യണം. ഇപ്പൊ നമുക്ക് തന്നെ തോന്നാം, ഇപ്പൊ ഒരാൾ വന്നു, നമ്മുടെ വീട്ടിലേക്ക് വന്നു, ഒരു യാചകൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യം മനസ്സിൽ തോന്നുന്നു ഒരു 100 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്ക്, അദ്ദേഹം കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് 100 രൂപ എടുത്തുകൊണ്ട് നമ്മൾ പടി കടക്കില്ല. അപ്പത്തേക്ക് നമ്മുടെ മനസ്സിൽ തോന്നും, എന്തിനാ വെറുതെ 100 രൂപ അയാൾക്ക് കൊടുക്കേണ്ടത്, 10 രൂപ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ, 10 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ 100 രൂപ കൊടുക്കേണ്ടടുത്ത് നമ്മൾ 10 രൂപ കൊടുക്കുന്നു. എന്താണ്, അപ്പോൾ നമ്മൾ ആ 100 രൂപ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ദേവഗുണമായിരുന്നേനെ. അത് മാറി അസുരഗുണം വന്നു, 10 രൂപ കൊടുത്തു. അപ്പോഴാണ് പറഞ്ഞത് ദേവാസുരം അഭൂത് യുദ്ധം പൂർണ്ണമബ്ദശതം പുരാ. 1 വർഷം 100 വർഷവും മനസ്സിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ദേവന്മാരും അസുരന്മാരും നമ്മൾ അടി, നല്ല ചിന്തയും ചീത്ത ചിന്തയുള്ള അടി. അതിൽ ആര് ജയിക്കുന്നോ അതിനനുസരിച്ചിരിക്കും. നല്ല ചിന്തകൾ ജയിച്ചു കഴിഞ്ഞാൽ അതിനെ ദേവഗുണമായും, ചീത്ത ചിന്തകളാണ് ജയിച്ചെങ്കിൽ അതിനെ അസുരഗുണമായും പ്രഖ്യാപിക്കാം. അപ്പോൾ ഇവിടെ അസുരന്മാരാണ് ജയിച്ചത്, അതായത് മനസ്സ് ചീത്ത വൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദേവഗുണങ്ങൾ എന്ത് ചെയ്യുന്നു, പോയി ഭഗവാനെ കാണുകയാണ്, ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും കാണുകയാണ്. അപ്പൊ മനസ്സിന്റെ ഗുണം നമ്മൾ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു എന്താണ്, രജസാണ് മനസ്സിന്റെ ഗുണം എന്ന് പറഞ്ഞത്. രജസ് നമുക്ക് നോർമലി അറിയാം എന്താണ്, താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. രജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഷം, മാനം, കോപം, ക്രോധം, കാമം, ഇതിന്റെ എല്ലാം പ്രതീകമാണ് രജോ ഗുണം. ഇതെല്ലാം നിറഞ്ഞതാണ് രജോ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാണ് നമുക്കുള്ള കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളത്, നമുക്ക് തോന്നുന്നത്. ഇന്ദ്രിയങ്ങളിൽ തോന്നാറില്ല, ആത്മാവിനും തോന്നാറ്. ആത്മാ സത്വഗുണമാണ്, അതിന് നിർവികാരനാണ്, അതിന് കേവലം ശുദ്ധസത്വമാണ്, ജ്ഞാനം മാത്രമേ അതിനുള്ളൂ, വേറൊന്നുമില്ല ആത്മാവിന്. ഈ ആത്മാവിന് പ്രതീകമായിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് ബുദ്ധി. ആത്മാവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ആത്മാവിന് ഡയറക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആത്മാവ് ശുദ്ധസത്വമാണ്, ബുദ്ധി സത്വമാണ്. ഈ സത്വഗുണമായ ബുദ്ധിയാണ് ആത്മാവിന് വേണ്ടി നമുക്ക് പണിയെടുക്കുന്നത്. ഈ ബുദ്ധിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് വിഷയങ്ങൾ ലഭിക്കുന്നത് മനസ്സിലേക്ക് വരും. മനസ്സ് എന്താണ്, മനസ്സിനൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ മനസ്സിൽ നിന്ന് ഇത് നേരെ ബുദ്ധിയിലേക്ക് പോകും. ബുദ്ധിയാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ, ഇത് എനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ള തീരുമാനം എടുക്കുന്ന ബുദ്ധിയാണ്. അതാണ് ബുദ്ധി സ്വാധീനം ഇല്ലാത്ത ഒരാള് റോഡിന്റെ നടുക്ക് കയറി നിൽക്കും. അയാൾക്ക് എന്താണ്,
റോഡിന്റെ നടുക്ക് നിന്നാ വണ്ടി ഇടിക്കും എന്നുള്ള സാമാന്യ ബോധം അയാൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അയാളുടെ ബുദ്ധി ഇല്ല, ബുദ്ധി സാമർഥ്യം ഇല്ല, അല്ലെ? അപ്പൊ ആളുടെ ബുദ്ധിയാണ് നമുക്ക് ഹിതാഹിത വിവേചകത്വം ചെയ്യുന്നത്. ബുദ്ധിയാണ് നല്ലത് ഏത് ചീത്ത എന്ന് വിവേചിച്ചിരുന്ന ബുദ്ധിയാണ്. അപ്പൊ ആ ബുദ്ധിയാണ് സത്വഗുണമായിട്ട് കൽപ്പിക്കുന്നത്. വരട്ടെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ മനസ്സിലേക്ക് പോവാം. അപ്പൊ ഈ മനസ്സെന്ന് പറഞ്ഞാൽ രജോഗുണ ഭൂയിഷ്ടമാണ്. കാമക്രോധ മത മാത്സര്യാദികൾ നിറഞ്ഞതാണ്. അപ്പൊ ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് രജസിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ മഹിഷം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം പോത്താണ്. ആ പോത്തിന് എന്താണ്? പോത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും ശൗര്യം. ഒരു കാട്ടുപോത്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ശൗര്യമാണ്, അതിനെപ്പോഴും ക്രോധമാണ്, അല്ലെ? അതിന് ക്രോധവും അതിനെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു സ്വഭാവം, അതിന്റെ ഓട്ടം വേഗതയൊക്കെ കണ്ടില്ലേ? മനസ്സിന് അത്ര വേഗതയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ മഹിഷമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിനെയാണ് അവിടെ, മനസ്സിലുള്ള രജോഗുണത്തിനെയാണ് അവിടെ മഹിഷാസുരനായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിലെ രജോഗുണത്തിനെയാണ്. അപ്പൊ ആ രജോ ഗുണം എന്ത് വേണമെങ്കിലും ചെയ്യും, അല്ലെ? എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നുള്ളതാണ് രജോ ഗുണത്തിന്റെ ആ ഇത് തനിക്ക് കിട്ടാത്തതെല്ലാം നശിക്കണം, താൻ മാത്രമാണ് എല്ലാം, തനിക്ക് മാത്രമാണ് എല്ലാം എന്നുള്ള ഒരു അഹങ്കാരവും കാമവും ക്രോധവും എല്ലാം നിറഞ്ഞതാണ് രജോ ഗുണം. അപ്പൊ അങ്ങനെയുള്ള രജോ ഗുണത്തിനെ നശിപ്പിക്കണമെങ്കിൽ എന്താണ്? രജോ ഗുണത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ മഹിഷാസുരന്റെ രജോ ഗുണം എന്ന് പറയുന്നത് തമപ്രധാനമായ രജോ ഗുണമാണ്. അപ്പൊ ആ മനസ്സ് ഇന്ദ്രിയങ്ങളോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങളെ ആദ്യത്തെ പടി പറഞ്ഞു, ഇന്ദ്രിയ നിഗ്രഹം വേണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടി പറയുന്നത് എന്താണ്? മനോനിഗ്രഹം വേണമെന്നാണ് ഈ ചാപ്റ്റർ കൊണ്ട് പറയുന്നത്. അപ്പൊ ഈ തമോഭൂയിഷ്ടമായിട്ടുള്ള രജസാണ് എന്തിലിരിക്കുന്നത്? മഹിഷാസുരനിലിരിക്കുന്നത്. ഇപ്പൊ ദേവന്മാരിലിരിക്കുന്നത് സത്വഭൂയിഷ്ടമായ രജസാണ്. അപ്പൊ ഈ സത്വഭൂയിഷ്ടമായ രജസിന് മാത്രമേ തമോഭൂയിഷ്ടമായ രജസിനെ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ രജസ് എന്ന് ഞാൻ പറഞ്ഞു കാമക്രോധ ലോഭ മോഹങ്ങളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദേവി ക്രോധത്തിൽ നിന്നുണ്ടായത്, ക്രോധ സമുദ്ഭവ എന്ന് പറഞ്ഞത്. ഭഗവാന്മാരുടെ ക്രോധത്തിൽ നിന്നാണ് ദേവി ഉണ്ടായത്. കാരണം എന്താ? രജസിനെ നശിപ്പിക്കണമെങ്കിൽ രജോ ഗുണത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്വഗുണത്തിനോ അല്ലെങ്കിൽ ഒരു തമോ ഗുണത്തിനോ പോയി രജസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ആ രജസിനെ നശിപ്പിക്കാൻ സമാന ഗുണത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദേവി ക്രോധസമുദ്ഭമായ രജോ ഗുണഭൂയിഷ്ടമായ മഹാലക്ഷ്മി സ്വരൂപം എടുക്കുന്നത്. എന്നിട്ട് തന്നെ നോക്കാം, ദേവന്മാരെല്ലാം അവരവരുടെ സ്വാന്യ ആയുധങ്ങൾ കൊടുത്തെന്നാ പറയുന്നത്. ആയുധങ്ങളെല്ലാം തന്നെ രജോ ഗുണത്തിന്റെ പ്രതീകങ്ങളാണ്, അല്ലെ? ഒരാളെ നശിപ്പിക്കാനോ ഒരാളെ കൊല്ലാനോ ഉപയോഗിക്കുന്നതാണ് ആയുധങ്ങളെല്ലാം തന്നെ. അപ്പോൾ ദേവി ഓരോ ദേവന്മാർ അവരുടെ നിന്നുള്ള രജോ ഗുണങ്ങൾ കൊടുത്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആയുധങ്ങൾ കൊടുത്തു എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവരവരിലുള്ള രജോ ഗുണം കൊടുത്ത് ദേവിയെ രജോ ഗുണ ഭൂയിഷ്ഠയാക്കുകയാണ്. മഹിഷാസുരന് അത്രമേൽ രജോ ഗുണ ഭൂയിഷ്ഠനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ നശിപ്പിക്കണമെങ്കിൽ ദേവിക്കും അത്രത്തോളം രജോ ഗുണം വേണം. അതുകൊണ്ടാണ് അത്രത്തോളം രജോ ഗുണം ദേവിക്ക് നൽകുന്നത്. അതുകൊണ്ട് മഹിഷാസുരനെ വധിക്കാൻ ദേവിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ദേവി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, തിഷ്ട ക്ഷണം മൂഢം അതുയാവത് പിബാമ്യഹം. ദേവി എന്നിട്ടും ആ രജോ ഗുണം മഹിഷാസുരനോട് അത്ര രജോ ഗുണം വരാത്തത് കൊണ്ട് മധുപാനം ചെയ്ത് രജോ ഗുണത്തിനെ വർദ്ധിപ്പിച്ചിട്ടാണ് മഹിഷാസുരനെ നിഗ്രഹിക്കുന്നത്. ഇതാണ് മഹിഷാസുര മർദ്ദനം ചെയ്യുന്നത്. അപ്പോൾ ആ രജോ ഗുണത്തിനെ കൂട്ടുകയാണ്. സാത്വികമായ രജോ ഗുണത്തിന് മാത്രമേ ഈ താമസികമായ രജോ ഗുണത്തിനെ രജസിനെ നശിപ്പിക്കുന്ന മനസ്സിനെ നശിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ മനസ്സിനെ കൺട്രോൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ ദേവി ഈ മനസ്സാകുന്ന ഈ മഹിഷാസുരനെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ മനസ്സിന്റെ ഗുണങ്ങളായ കാമക്രോധ മോഹലോഭാദികളെ നശിപ്പിക്കണം. അതാണ് ഈ 16 ഗുണങ്ങൾ പറയുന്നുണ്ട്. 16 അസുരന്മാർ വന്നെന്ന് പറയുന്നത് ഈ രജസിന്റെ 16 ഗുണങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോന്നിനെയും ദേവി നശിപ്പിക്കുകയാണ്. അവസാനം നശിപ്പിക്കുന്നത് രണ്ടുപേരെയാണ്, ദുർധരനെയും ദുർമുഖനെയും, അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് മഹിഷാസുരമർദ്ദിനി സ്തോത്രം അറിയാം. അതെന്ന് പറയുന്നത് ദേവി മഹാത്മ്യത്തിന്റെ ഒരു ചെറിയൊരു ലഘുവായ ഒരു പ്രസന്റേഷനാണ് ആചാര്യൻ എഴുതിയിരിക്കുന്നത് മഹിഷാസുരമർദ്ദിനി സ്തോത്രം. അതിൽ ഈ ബാക്കിയുള്ള ഈ 16 അസുരന്മാരുടെ പേര് അതിൻ്റെ അകത്ത് പറയുന്നില്ല. ദുർധരദർശിനി ദുർമുഖമർഷിണി എന്ന് പറഞ്ഞ 2 പേരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇവർ രണ്ടുപേരുമാണ് പ്രധാനികൾ. ഇവരെ നശിപ്പിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ളവരെ നശിപ്പിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ദുർധരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമത്തിനെയും ദുർമുഖൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോധത്തിനെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാമക്രോധാദികളാണ് ബാക്കിയുള്ള ലോഭം മതം മാത്സര്യത്തിന് എല്ലാം മൂല കാരണമാരാണ് ഈ കാമക്രോധങ്ങളാണ്. ദുർധരഹ എന്ന് വെച്ചാൽ ധരിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്താണ്? നമുക്ക് ഒരിക്കലും അടക്കി വെക്കാൻ സാധിക്കാത്തത് എന്താണ്? കാമം, ആശ നമുക്ക് അടക്കി വെക്കാൻ സാധിക്കില്ല. അത് എങ്ങനെയും പുറത്ത് ചാടും. അതുകൊണ്ടാണ് ദുർധരൻ എന്നുള്ള പേര് കൊടുത്തത്. കാമത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമുക്ക് അടക്കാൻ സാധിക്കാത്തതാണ് ദുർധരഹ. ധരിക്കുവാൻ, അടക്കി പിടിക്കാൻ സാധിക്കാത്തത് കാമം. ഇനി അടുത്ത ദുർമുഖം. ഒരാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ മുഖം കടിപ്പിച്ചേ കാണിക്കുള്ളൂ. അതാണ് അപ്പൊ ആ ക്രോധത്തിനെയാണ് ദുർമുഖൻ എന്നൊരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ദുർമുഖന്മാര് കാമക്രോധങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിന്റെ കാമത്തിനെയും
കാമത്തിനെയും ക്രോധത്തിനെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കാമക്രോധങ്ങളെ നശിപ്പിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവർ കൺട്രോളിൽ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവരെ എല്ലാം നശിപ്പിച്ചാലും ഇവരാണ് മൂലം, ഇവരെ മൂലം നശിപ്പിച്ചാൽ മാത്രമേ മഹിഷാസുരന്റെ ആ രജോഗുണത്തിനെ, മഹിഷാസുരന്റെ രജോഗുണത്തിനെ നമുക്ക്, അതായത് മനസ്സിനെ, അവിടെ മഹിഷാസുരൻ എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവർക്കൊരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദുർധരനും ദുർമുഖനും. ഇവരെ അവസാനമാണ് വധിക്കുന്നത്. ഇനി ഓരോരുത്തരുടെ പേര് നമുക്ക് നോക്കാം, കുറച്ചു പേരുടെ പേര് നോക്കാം. അസിലോമൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ ബിഡാലൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ദുർധരൻ ദുർമുഖം. അസിലോമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ, അയാളുടെ ദേഹത്ത് മുഴുവൻ. അസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാളാണ്. ലോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോമങ്ങളാണ്. അപ്പം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളെല്ലാം വാള് പോലെ കൂർത്തിരിക്കുന്നവൻ, അയാളെ എല്ലാരെയും ദുഃഖിപ്പിക്കുന്നവൻ, എപ്പോഴും, അതായത് കുത്തുവാക്കുകൾ സംസാരിക്കുന്നവൻ വേണമെങ്കിൽ പറയാം. എന്താണ് ഈ എന്താണ് അസിലോമൻ എന്നുള്ള പേര്. പിന്നെ ബിഡാലൻ. ബിഡാലെന്ന് വെച്ചാൽ പൂച്ച. പൂച്ചയുടെ കണ്ണ് പോലെ എപ്പോഴും ദോഷദൃക്കായിട്ടുള്ള ആള്, കണ്ണിന് പ്രശ്നമുള്ള ആള്. അപ്പം ദോഷദൃക്ക്, എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആള്. അങ്ങനെയാണ്, അതാണ് അങ്ങനെ 16 പേരെ പറയുന്നുണ്ട്. ഈ 16 പേരിൽ അവസാനമായ ദുർധരനെയും ദുർമുഖനെയും കാമക്രോധത്തിനെയും നശിപ്പിക്കുന്നു. നശിപ്പിച്ചപ്പോഴത്തേക്ക് പിന്നെ ആരാണ്? മഹിഷാസുരൻ വരികയാണ്, മനസ്സ് വരികയാണ്. ഇപ്പൊ മനസ്സിന്റെ ആ ഗുണങ്ങളെ എല്ലാം കളഞ്ഞിനി മനസ്സ് കേവലം രജോ ഗുണമായിട്ട് മാത്രം പാഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള അസുരന്മാരൊന്നും രൂപങ്ങൾ എടുത്തില്ല. ഇവിടെ നോക്കിയാൽ മഹിഷാസുരൻ പല പല രൂപങ്ങളാണ് എടുക്കുന്നത്. കാരണം എന്താണ്? മനസ്സിന് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഒന്നിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ. അല്ലെ, ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു കാര്യം ചിന്തിച്ച് നമ്മൾ മനസ്സ് പോകും, വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പെട്ടെന്ന് തന്നെ പല സ്ഥലങ്ങളിലേക്കും പല രൂപങ്ങളിലേക്കും മാറാൻ കപ്പാസിറ്റി മനസ്സിന് മാത്രമേ ഉള്ളൂ. മനസ്സിന്റെ ആ രജോ ഗുണമാണ് അതിന് സമ്പാദിക്കുന്നത്. അപ്പൊ മനസ്സിലേക്ക് എത്തി ദേവി. അതിന്റെ മനസ്സിനെ ആവരണം ചെയ്തിരുന്ന 16 രജോ ഗുണത്തിന്റെ 16 ഗുണങ്ങളെ, കാമക്രോധാദികൾ, കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം, അഹങ്കാരം, ഡംഭം, അതിനെ എല്ലാം നശിപ്പിച്ച് മനസ്സിലേക്ക് എത്തി, കേവലം രജോ ഗുണത്തിലേക്ക് എത്തി. ആ രജോ ഗുണമായ മഹിഷാസുരനെ ദേവി എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യാണ്. ആ മഹിഷാസുരനിലുള്ള ആ തമോ ഗുണത്തിനെ മാറ്റി. ഞാൻ പറഞ്ഞു, ദേവി എന്ന് പറയുന്നത് സത്വ രജോ ഗുണ ഭൂയിഷ്ഠയും മഹിഷാസുരൻ എന്ന് പറയുന്നത് രജസ്തമോ ഭൂയിഷ്ഠനുമാണെന്ന് പറഞ്ഞു. ആ തമോ ഗുണം എന്ന് പറയുന്നത് അതിലെയുള്ള മൃഗ സ്വഭാവമാണ്, മനസ്സിലെ ആ മൃഗ സ്വഭാവത്തിന്. അതുകൊണ്ടാണ് ദേവി പറയുന്നത് എങ്ങനെയാണ്? മഹിഷന്റെ ഉടല് മഹിഷന്റെ രൂപത്തിലും, അതായത് പോത്തിന്റെ രൂപത്തിലും, തല മനുഷ്യന്റെ രൂപത്തിലുമായിരിക്കുന്ന സമയത്താണ് തല വെട്ടുന്നത്. അതായത് അതായത് നമ്മുടെ മനസ്സിൽ നിന്നും ദേവി മൃഗസ്വരൂപമായ മൃഗഗുണങ്ങളെ, ആസുരികമായ മൃഗത്തിന്റെ ഗുണങ്ങളെ നശിപ്പിച്ച് കേവലം മനുഷ്യ ഗുണത്തിലേക്ക്, അതായത് ആ തമോ ഗുണത്തിനെ നശിപ്പിച്ച്, രജസിനോട് കൂടിയിരിക്കുന്ന ആ തമോ ഗുണത്തിനെ നശിപ്പിച്ച് ആ രജസിനെ സത്വഭൂയിഷ്ടമാക്കി മാറ്റുകയാണ്. അപ്പോ മനസ്സിൽ നിന്നുള്ള ആ ആസുരികമായ മൃഗസ്വഭാവത്തിനെ നശിപ്പിക്കുകയാണ് മഹിഷാസുര മർദ്ദനം കൊണ്ട്. അപ്പോഴും മനസ്സിനെ കൺട്രോൾഡായിട്ട് നശിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, രജോ ഗുണത്തിനെ അവിടെ നശിപ്പിച്ചിട്ടില്ല, പക്ഷെ തമോ ഗുണത്തിനെ അവിടെ നശിപ്പിച്ചു. ഇന്ദ്രിയങ്ങളെ അവിടെ നശിപ്പിച്ചു, മനസ്സിനെ ദേവി ഇവിടെ നശിപ്പിച്ചിട്ടില്ല. മനസ്സിനെ എന്താണ്? കേവലം മനസ്സിലുള്ള മൃഗസ്വഭാവത്തിനെ മാത്രമേ നശിപ്പിച്ചിട്ടുള്ളൂ. ആ രജസിനെ അവിടെ നിലനിർത്തിയിരിക്കുകയാണ്. കാരണം രജസ് പോയി കഴിഞ്ഞാൽ സത്വം അവിടെ നിൽക്കത്തില്ല. ഇനി അടുത്ത ആ സത്വത്തിനെയും നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരണേ അതിന് രജസിന്റെ സഹായം വേണം. ഈ രജസ് വീണ്ടും വരും. ഇനി ഇനി അടുത്ത ചാപ്റ്ററിൽ പോകുമ്പോൾ ഈ രജസ് വീണ്ടും രക്തബീജനായിട്ട് വരും, നമുക്ക് കാണാം, ഞാൻ പറയാം. അപ്പൊ ഈ തമോ ഗുണത്തിനെ നശിപ്പിച്ച് കേവലം രജസാക്കി സത്വരജോ ഭൂയിഷ്ടമാക്കി മനസ്സിനെ നിർത്തുക ചെയ്യുന്നത്. എന്നിട്ട് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാണ്. സത്വം എന്ന കടിഞ്ഞാണിട്ട് ആ രജസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് ദേവി ചെയ്തത്. മഹിഷാസുര മർദ്ദനമാണ്, മഹിഷാസുര നിഗ്രഹമല്ല, മഹിഷാസുര മർദ്ദനം. കാരണം എന്താണ്? തമസിൽ, അതായത് ഇന്ദ്രിയത്തിലെ കുരുങ്ങി ഇന്ദ്രിയത്തിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ രജസ് ആകുന്ന മനസ്സിനെ ഇന്ദ്രിയങ്ങളെ വിച്ഛേദിച്ച്, ഇന്ദ്രിയങ്ങളെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നശിപ്പിച്ചു കളഞ്ഞു. ആ ഇന്ദ്രിയത്തിൽ അതിലുള്ള മൃഗഗുണങ്ങൾ ഉണ്ടായിരുന്നു. ആ മൃഗഗുണങ്ങളെ എടുത്ത് കളഞ്ഞ് കേവലം സത്വരജസാക്കി ആ മനസ്സിനെ നിർത്തുകയാണ്. അപ്പൊ മനസ്സിൽ സത്വത്തോട് കൂടിയ രജസായിട്ടാണ് മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ദേവഗുണത്തോട്, അസുരഗുണത്തിനെ മാറ്റി, മൃഗസ്വഭാവത്തിനെ മാറ്റി മനസ്സിനെ ദേവഗുണത്തിൽ നിർത്തുകയാണ്. ആ ദേവഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്തത് നമുക്ക് പരമാത്മാവിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പരമാത്മാവിൽ എത്തണമെങ്കിൽ ഈ മനസ്സ് വേണം, മനസ്സുണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അതിലുള്ള തമസിനെ മാറ്റി സത്വരജോ ഭൂയിഷ്ടമാക്കി മനസ്സിനെ അവിടെ നിലനിർത്തുന്നതാണ് മഹിഷാസുര മർദ്ദനം ചെയ്തത്. അങ്ങനെ മഹിഷാസുര മർദ്ദിനിയായി മനോനിഗ്രഹം. അപ്പൊ ഒന്നാമത്തേതില് വേണ്ടത് നല്ല ശരീരം, നല്ല മനസ്സ്, നല്ല ബുദ്ധി. അത് കഴിഞ്ഞ് വേണ്ടത് എന്താണ്? ഇന്ദ്രിയ നിഗ്രഹം. അത് കഴിഞ്ഞ് വേണ്ടത് എന്താണ്? മനോനിയന്ത്രണം. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് സത്വഗുണത്തിനെ കൂടി ഇല്ലാതാക്കണം. ഇപ്പൊ സത്വഗുണത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആരാണെന്ന് ഞാൻ പറഞ്ഞു? ബുദ്ധിയാണ്. ആ ബുദ്ധിയെ കൂടെ നശിപ്പിക്കണം.
ഈ ബുദ്ധിയെ കൂടെ നശിപ്പിച്ചാൽ മാത്രമേ ഞാനെന്ന ഭാവം പോവുള്ളൂ. ഞാനെന്ന ഭാവം പോയാൽ മാത്രമേ അകത്തുള്ള പരമാത്മാവിനെ നമുക്ക് തെളിഞ്ഞു കാണുള്ളൂ. ശുദ്ധസത്വമായ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അകത്തിരിക്കുന്ന ആത്മാവും ഞാനും വേറല്ല, ഒന്നാണെന്നുള്ള അദ്വൈതം നമുക്ക് ലഭിച്ച് നമുക്ക് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് ഈ ബുദ്ധിയെ എങ്ങനെ, ഈ സത്വഗുണത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം. ഫസ്റ്റ് ചാപ്റ്ററിൽ തമോ ഗുണത്തിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. തമോ ഗുണത്തിനെ നശിപ്പിക്കുക, കൺട്രോൾ അല്ല നശിപ്പിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ രജോ ഗുണത്തിനെ കൺട്രോൾ ചെയ്തു, സത്വം എന്ന കടിഞ്ഞാണിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തി. ഇനി അടുത്ത ചാപ്റ്ററിൽ ഈ സത്വത്തിനെ രജസിനെ പൂർണ്ണമായി നശിപ്പിച്ച് പരമാത്മാവിലേക്ക്, പരമാത്മാവും താനും ഒന്നാണെന്നുള്ള മോക്ഷത്തിലേക്ക് നമുക്ക് നയിക്കുന്ന ചാപ്റ്ററാണ് അടുത്ത ഉത്തമ ചരിത്രം എന്ന് പറയുന്നത്. ഈ ഉത്തമ ചരിത്രത്തിലാണ് മെയിനായിട്ടും 6 അസുരന്മാരെയാണ് പറയുന്നത്. ടോട്ടൽ 9 അസുരന്മാരാണ് ദൈവമാത്മത്തിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ 2 അസുരന്മാർ പോയി. ഇനി അടുത്ത മധ്യമ ചരിത്രത്തിൽ മഹിഷാസുരൻ എന്നൊരു അസുരൻ പോയി. ഇനി അടുത്തത് 6 അസുരന്മാരാണ് അടുത്ത ഉത്തമ ചരിത്രത്തിൽ വരുന്നത്. ഉത്തമ ചരിത്രത്തിന്റെ കഥ നമുക്കൊന്ന് പറഞ്ഞിട്ട് അതിന്റെ തത്വം കൂടെ പറയാം. അപ്പൊ ഉത്തമ ചരിത്രത്തിൽ എന്താണ് കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്നു. യുദ്ധം നടക്കുമ്പോൾ ശുംഭൻ നിശുംഭൻ എന്നുള്ള 2 പേര്, 2 അസുരന്മാര് ദേവന്മാരെ തോൽപ്പിക്കുന്നു. തോൽപ്പിച്ചതിന് ശേഷം ശുംഭ നിശുംഭന്മാരെ എല്ലാം ലോകത്തിലുള്ള എല്ലാം കൈയടക്കി അവര് ദേവലോകം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേവന്മാർക്ക് ദേവി ഒരു വരം കൊടുത്തിരുന്നു. എന്താണ്? മഹിഷാസുരനെ വധിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ കഷ്ടമുണ്ടാകുന്നോളൂ അപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കാണൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ട വരം ചെയ്യാം എന്നൊരു വരം കൊടുത്തിരുന്നു. അതിന് പ്രകാരം ഈ ദേവന്മാരെല്ലാം ഹിമാലയത്തിലേക്ക് പോണു. ഹിമാലയത്തിലേക്ക് പോകുന്ന സമയത്ത് പാർവതി അവരവിടെ പോയി ദേവിയെ സ്തുതിക്കുകയാണ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞ് അവരെങ്ങനെ സ്തുതിക്കുകയാണ്. നമസ്തസ്മൈ 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 നമോ നമഃ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി ദേവി കുളിക്കുവാനായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഗംഗയിൽ കുളിക്കുവാനായിട്ട് പാർവതി ദേവി പൊക്കോണ്ടിരിക്കുമ്പോൾ പാർവതി ദേവി ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് ഇങ്ങനെ സ്തുതിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിയുടെ അകത്ത് നിന്നും, ദേവിയുടെ കോശങ്ങളിൽ നിന്നും ഒരു ദേവി പുറത്തേക്ക് വരുന്നു. കൗശികി അല്ലെ, കോശത്തിൽ നിന്ന് ജനിച്ചുകൊണ്ട് ആ ദേവിക്ക് കൗശികി എന്നാണ് പേര്. ആ കൗശികി പറയുന്നു അവരെ എന്നെയാണ് സ്തുതിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ പാർവതി ദേവിയുടെ ഗൗരിയുടെ ദേഹത്തു നിന്നും കൗശികി പുറത്തേക്ക് വരുമ്പോൾ ഗൗരി എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നർത്ഥം. ഗൗരം വെളുത്ത വർണ്ണമാണ്. അപ്പൊ ഗൗരി വെളുത്തിരിക്കുന്നവൾ എന്നർത്ഥം അല്ലെ. വെളുത്ത ഗുണം എന്തിനാണ്? സത്വത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ആ ദേവി ഗൗരി എന്ന് പറഞ്ഞ ദേവി ആ കൗശികി എന്ന് പറഞ്ഞ ദേവി പുറത്തേക്ക് വന്നപ്പോൾ ഗൗരി കറുത്തു പോകുന്നു അല്ലെ, പാർവതി ദേവി കറുത്തു പോകുന്നു എന്ന് പറയുന്നതിനൊക്കെ സാരമുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ദേവന്മാർക്ക് ആ കൗശികി ദേവി പറയുന്നു, ഞാൻ നിങ്ങളെ ശുംഭ നിശുംഭന്മാരിൽ നിന്നും രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവി ഹിമാലയത്തിൽ നിൽക്കുന്നു. ആ സമയത്ത് ചണ്ടൻ മുണ്ടൻ എന്ന് പറഞ്ഞ 2 അസുരന്മാര്, ഭൃത്യന്മാര്, ശുംഭ നിശുംഭന്മാരുടെ ഭൃത്യന്മാരായ ചണ്ടനും മുണ്ടനും ആ ഹിമാലയത്തിൽ വന്ന് ഈ ദേവിയെ കാണുന്നു. ദേവിയെ കാണുമ്പോൾ ദേവി നല്ല അതിസുന്ദരിയായിട്ടിരിക്കുന്നു. അപ്പൊ ഇവര് പോയി നേരെ ചണ്ടന്റെ അടുത്ത് ശുംഭ നിശുംഭന്മാരടുത്ത് പറയുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ നല്ല വസ്തുക്കളും നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഇവിടെ നോക്കൂ, സ്ത്രീരത്നം അതിചാർവങ്കി അല്ലെ, ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീരത്നം ഹിമാലയത്തിൽ വിളങ്ങുന്നു. ആ സ്ത്രീരത്നത്തിനെ കൂടെ നിങ്ങൾ കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ നല്ല സാധനങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെ ആകും എന്ന് പറയുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ദൂതൻ, സുഗ്രീവൻ എന്ന് പറഞ്ഞൊരു ദൂതൻ, ഈ പേരിലൊക്കെ അർത്ഥമുണ്ട് ഞാൻ പറയാം. സുഗ്രീവൻ എന്നൊരു ദൂതനെ അയക്കുന്നു ദേവിയിടത്തേക്ക്. എന്നിട്ട് ഈ സുഗ്രീവൻ ദേവിയിടത്ത് എന്ന് പറയുന്നു, ഇങ്ങനെ ശുംഭ നിശുംഭന്മാരെന്ന് 2 അസുരന്മാരുണ്ട്, അവരെ നീ ഭർത്താവായി സ്വീകരിക്കൂ. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അവരുടെ കയ്യിലാണുള്ളത്, നീ അവരെ ഭർത്താവായി സ്വീകരിക്കൂ എന്ന് പറയുന്നു. അപ്പൊ ദേവി പറയുന്നു, ഞാൻ ഒരു വ്രതം, ഒരു പ്രതിജ്ഞ എടുത്തു പോയി. ആരാണോ എന്റെ ഗർവം ശമിപ്പിച്ച് എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുവോ അവരെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നൊരു ഞാൻ ശപഥം എടുത്തുപോയി. അതിനാൽ ശുംഭ നിശുംഭന്മാരത്ത് വന്ന് എന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പറയൂ, എന്നിട്ട് എന്നെ തോൽപ്പിച്ച് എന്നെ സ്വന്തമാക്കാൻ പറയൂ എന്ന് പറയുന്നു. ഇത് കേട്ട സുഗ്രീവന് അധികമായ കോപം വരുന്നു. പക്ഷെ ദൂതനാണ്, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ നേരെ പോയി ശുംഭ നിശുംഭന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ശുംഭനും നിശുംഭനും ചണ്ടമുണ്ടന്മാരെ യുദ്ധത്തിലേക്ക് അയക്കും. ആദ്യം ധൂമ്രലോചൻ എന്ന അസുരനെ ആദ്യം അയക്കുന്നു. ധൂമ്രലോചനെ ദേവി ഹുങ്കാരം എന്നൊരു ശബ്ദം കൊണ്ട് തന്നെ ആ ധൂമ്രലോചനെ ദേവി ഇല്ലാതാക്കുന്നു. വീണ്ടും ചണ്ടമുണ്ടന്മാർ യുദ്ധത്തിലേക്ക് വരുന്നു. അപ്പോൾ ദേവിക്ക് ദേഷ്യം വരികയും ദേവിയുടെ മുഖത്തിൽ നിന്നും മഷീവർണ്ണത്തിൽ കറുത്ത വർഷത്തിൽ കാളി ഉണ്ടാകുന്നു. ഓരോ പേര് ശ്രദ്ധിക്കണം. ആദ്യം മഹാകാളിയാണ് പറഞ്ഞത്, പിന്നെ മറ്റേ പാർവതി ദേവി കാളികയായിട്ടാണ് മാറിയത്, ഇത് കാളിയായിട്ടാണ്. 3 പേര് പറയുന്നത് ഞാൻ പറയാം. കാളി പുറത്തേക്ക് വരുന്നു. കാളി വന്നിട്ട് ഈ ചണ്ടമുണ്ടന്മാരെ കൊല്ലുന്നു, വധിച്ച്
അവരുടെ തല വെട്ടി പറയുന്നുണ്ട്. ഈ യുദ്ധമാകുന്ന യജ്ഞത്തിൽ പശുക്കളായ ചണ്ടനെയും മുണ്ടനെയും ഞാൻ നിഗ്രഹിച്ച് ഈ തലകൾ ദേവിക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ കാളിക്ക് ചാമുണ്ട എന്ന പേര് ദേവി കൊടുക്കുകയും ചെയ്യുന്നു, കൗശീതകി ദേവി. അപ്പൊ അതിനുശേഷം ചണ്ടമുണ്ടന്മാരുടെ നിഗ്രഹം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ പറഞ്ഞു ധൂമ്രലോചനെ വധിച്ചു. ധൂമ്രലോചനം കഴിഞ്ഞപ്പോഴത്തേക്കും ചണ്ടമുണ്ടൻ വന്നു. ചണ്ടനെയും മുണ്ടനെയും കാളി വധിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? രക്തബീജനെയാണ് അയക്കുന്നത്. രക്തബീജൻ വരുന്നു. വീഴുന്ന രക്തത്തുള്ളികളിൽ നിന്നെല്ലാം അയാൾ അനേകമായി വരുന്നു. അവരെ കാളി വിഴുങ്ങി അവരെ നശിപ്പിക്കുന്നു. അതിനുശേഷം ആരാണ്? ശുംഭനിശുംഭന്മാര് വരുന്നു. ശുംഭനിശുംഭന്മാര് വരുമ്പോൾ ദേവി ഒരു 7 സപ്തമാതൃക്കളുടെ രൂപത്തിലാണ് ഇവരുടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ശുംഭനിശുംഭന്മാര് വന്ന് പറയുന്നു, നിങ്ങൾ ഈ 7 രൂപത്തിലിരിക്കുന്നല്ലോ, നീ മായാവിയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ദേവി പറയുന്നു, ഞാൻ ഈ 7 രൂപത്തിലല്ല, ഞാൻ ഒറ്റ ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഒരു രൂപമായി കാണി, ഇതെല്ലാം എന്റെ വിഭൂതിയാണെന്ന് പറഞ്ഞ് ഒരു രൂപത്തിൽ കാണിച്ച് ശുംഭനിശുംഭന്മാരെ നിഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തമ ചരിത്രത്തിലെ കഥ. അതിനുശേഷം ഈ കഥ കേട്ട് ഈ സുരതനും സമാധിയും ദേവിയെ പ്രാർത്ഥിച്ച് മോക്ഷമടയുന്നു. അതോടുകൂടി ഈ ദേവി മഹാത്മ്യം സമ്പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇതിന്റെ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു, മനസ്സിനെ നിഗ്രഹിച്ച് മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവന്നു. ഇനി അടുത്തത് നമുക്ക് ഈ സത്വം, തമോ ഗുണം നശിച്ചു, രജോ ഗുണം കൺട്രോളിൽ കൊണ്ടുവന്നു. ഇനി നമുക്ക് സത്വഗുണത്തിനെ നശിപ്പിക്കണം. കാരണം എന്താണ്? ഇപ്പൊ ഒരു ഗുണം, സത്വഗുണം എന്നാണ് രജോ ഗുണമായാലും തമോ ഗുണമായാലും ഇതിലെ 3ലും ത്രിഗുണയാണ് ദേവി. 3 രൂപമുണ്ട്. അതായത് രജോ ഗുണത്തിൽ രജസാണ് അധികം കാണുന്നതിൽ സത്വവും തമസും ഉണ്ട്. അതുപോലെ തന്നെ തമോ ഗുണത്തിൽ തമസാണ് അധികം കാണുന്നത്, അതിൻ്റെ അകത്ത് സത്വവും ഉണ്ട് രജസും ഉണ്ട്. അതിപ്പോ സത്വഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ അകത്തെ രജസും തമസും ചെറിയ അളവിലെങ്കിലും ഉണ്ട്. സത്വം പക്ഷേ പ്രധാനമായി നിൽക്കുന്നു. ശുദ്ധസത്വമല്ല, ആത്മാവ് ശുദ്ധസത്വമാണ്. ബുദ്ധി എന്ന് പറയുന്നത് സത്വഗുണ പ്രധാനമാണ്. അപ്പൊ അതിൽ രജസും തമസും ഉണ്ട്. ബുദ്ധിക്ക് എന്താണ്? ഞാൻ എന്നൊരു ഭാവമുണ്ട് അല്ലെ, എന്റെ ബുദ്ധി. അപ്പൊ എന്റെ എന്ന് പറയുമ്പോ എന്താണ്? അവിടെ എന്ത് വന്നു കഴിഞ്ഞു? രജസ് വന്നു കഴിഞ്ഞു. പിന്നെ അതിനൊരു മോഹമുണ്ട് ബുദ്ധിക്ക്. എല്ലാം ക്ലിയർ അല്ല, എല്ലാം ശുദ്ധജ്ഞാനം എല്ലാം അറിയുന്നില്ല, അതിനൊരു മോഹമുണ്ട്. അതായത് ബുദ്ധി എന്ന് പറയുന്ന ജ്ഞാനം ബുദ്ധിക്ക് ലഭിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് 2 വിധത്തിലുള്ള ജ്ഞാനമുണ്ട്. എന്താണ്? മോക്ഷത്തിന് ഉതകുന്ന ജ്ഞാനവുമുണ്ട്, ഭവസാഗരത്തിൽ വീഴാൻ സഹായിക്കുന്ന ജ്ഞാനവുമുണ്ട്. ഈ 2 ജ്ഞാനവും ബുദ്ധിയിലുണ്ട്. അപ്പൊ തമസും അജ്ഞാനം, വേണ്ടാത്ത ഒരു അജ്ഞാനവും ആ ബുദ്ധിക്കകത്ത് ഇരിപ്പുണ്ട്. അതായത് ഭവസാഗരത്തിൽ നമ്മളെ വീഴാൻ സഹായിക്കുന്ന ഒരു ഗുണത്തിനും വേണ്ടാത്ത ജ്ഞാനങ്ങളും ഉണ്ട് അല്ലെ. എന്താണ്? നമുക്ക് നമ്മുടെ മോക്ഷത്തിൽ, നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് നമുക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്ന അറിവ് മാത്രമാണ് യഥാർത്ഥ അറിവ്. അല്ലാത്ത അറിവുകളെല്ലാം തന്നെ നമുക്ക് വേസ്റ്റ് ആണ്. അങ്ങനെ കുറെ അറിവുകൾ നമുക്കുണ്ട് അല്ലെ. ഇന്ന് എന്താണ് പറയുന്നത്? റഷ്യൻ പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും നമ്മൾ യുദ്ധം നടന്നു. അങ്ങനെ ഒരു അറിവ് നമുക്ക് വേണ്ടാത്ത, ആ അറിവ് കൊണ്ട് നമുക്ക് മോക്ഷം ലഭിക്കത്തില്ല. അത് വേണ്ടാത്ത അറിവ്, ആ അറിവ് നമ്മുടെ ബുദ്ധിക്കകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അജ്ഞാനമായ തമസും നമ്മുടെ ബുദ്ധിയിലുണ്ട്. അപ്പൊ സത്വമായ ബുദ്ധിക്കകത്ത് ഈ രജസും തമസും അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് അല്ലെ. അപ്പൊ അതിനെ രണ്ടിനെയും നശിപ്പിച്ചാൽ മാത്രമേ ഇത് ശുദ്ധസത്വമായിട്ട് മാറത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സത്വഗുണത്തിനെ നശിപ്പിക്കണമെന്ന് പറയുന്നത്. കാരണം എന്താ? സത്വത്തിലും രജസും തമസും ഉണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട് സത്വത്തിനെ നശിപ്പിക്കാനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാത്വികനായി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മേളിൽ നിന്ന് താഴേക്ക് മേളുള്ള സത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഗുണമാണ്. നമ്മുടെ തപസ്സിനെ കളഞ്ഞ് രജസിനെ കളഞ്ഞും ഏറ്റവും മേളിലോട്ട് പോയ സത്വം. ഇതിനെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്ത് മുക്തി ലഭിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ സത്വത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സത്വത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഇപ്പൊ സത്വത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ലോകത്തിലുള്ള എല്ലാ നല്ല സാധനങ്ങളും ശുംഭന്റെയും നിശുംഭന്റെയും കയ്യിലാണെന്ന് പറഞ്ഞു. ഈ ശുംഭനും നിശുംഭനും ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബുദ്ധിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഓരോന്നും പറയാം. ശുംഭനിശുംഭന്മാർ റെപ്രസെന്റ് ചെയ്യുന്ന ബുദ്ധിയാണ്. ഈ ശുംഭൻ എന്ന പേര് തന്നെ എന്താണ്? ശോഭതേ ഇതി ശുംഭ അല്ലെ, തിളങ്ങുന്നവെന്നാണ് ശുംഭന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഇവിടെ തിളങ്ങാൻ കാരണം? എന്താണ്? രജസും തമസും പോയപ്പോൾ സത്വമായിട്ടാണ് ഇരിക്കുന്നത്. ബുദ്ധി നിർമ്മലമായി. ബുദ്ധിയിലുള്ള രജസും താഴെയുള്ള, അതായത് ഇന്ദ്രിയങ്ങളും നശിച്ചു. മനസ്സെന്ന് പറയുന്നത് ആത്മനോന്മുഖമായി, നേരെ ബുദ്ധിയോടുകൂടി ആത്മനോന്മുഖമായി തിരിഞ്ഞു. അപ്പോൾ ബുദ്ധിക്ക് പുറത്തുനിന്നുള്ള ഒരു വിഷയങ്ങളും ലഭിക്കുന്നില്ല. കേവലം ആത്മാവിനെ മാത്രം നോക്കിയിരിക്കുകയാണ് ബുദ്ധിയും. അപ്പൊ എന്താണ്? ഒരു പ്രതിബിംബം, ആത്മാവിന്റെ പ്രതിബിംബം ബുദ്ധിയിലേക്ക് അടിക്കും. അതായത് നമുക്കറിയാം, വെള്ളം, ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തു വെച്ചു, പുറത്ത് വെച്ചു, ഒരു നിലാവുള്ള രാത്രിയിൽ. ആ വെള്ളത്തിൽ അനക്കമേ ഇല്ല. വെള്ളം അങ്ങനെ അനക്കമില്ലാതിരിക്കുകയാണ്. അനക്കം വരിക എന്ന് വെച്ചാൽ രജസും തമസും വഴിയാണ് അനക്കം വരുന്നത് അല്ലെ. പുറത്തുനിന്നുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ചഞ്ചലമാകും. മനസ്സ് ചഞ്ചലമാകുമ്പോൾ ബുദ്ധിയും ചഞ്ചലമാകും അല്ലെ. അപ്പൊ ഇത് അനക്കങ്ങളൊന്നുമില്ല, പുറത്തുനിന്നുള്ളതെല്ലാം നമ്മൾ രോധിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അനക്കമില്ലാതിരിക്കുമ്പോൾ മേളിലുള്ള ചന്ദ്രൻ ഈ വെള്ളത്തിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രതിബിംബമാണെന്ന് തോന്നത്തില്ല. ആ ചന്ദ്രൻ തന്നെയാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നെന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്നത് നിർമ്മലമായി ഒരു ചലനവും ഇല്ലാതെ കേവലമായി അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആത്മാവ് ഈ ബുദ്ധിയിൽ വിളങ്ങും.
അല്ലെ? അപ്പൊ ഈ ബുദ്ധി എന്താണ്? ആത്മാവിന്റെ ആ ഗുണങ്ങളെല്ലാം തന്നെ ബുദ്ധിയും കാണിക്കും. ആത്മാവ് എന്താണ്? പ്രകാശോന്മുഖമായ ശുദ്ധശുദ്ധമായ നിർവികാരനായി തിളങ്ങുന്ന ആത്മാവിന്റെ ആ ശോഭ ഈ ബുദ്ധിയിലും തിളങ്ങും. അപ്പൊ ബുദ്ധിയിലും തിളങ്ങുമ്പോഴെന്താണ്? നമ്മുടെ മുഖത്തിലും നല്ലൊരു പ്രകാശം വരും. നമ്മൾ സംസാരിക്കുന്ന വാക്കിലും നല്ല കാര്യങ്ങൾ വരും. ഈ ലോകത്തിലുള്ള നന്മകളെല്ലാം നമ്മളിൽ എത്തിച്ചേരും. അതാണ് അവിടെ ശുംഭനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശുംഭൻ എന്താണ്? ശോഭതെ, വിളങ്ങുകയാണ്, തിളങ്ങുകയാണ്. അപ്പൊ ശുംഭൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയാണ്. ശുംഭൻ എന്ന് ഉദ്ദേശിക്കുന്നത് തിളങ്ങുകയാണ്. അതായത് ആത്മാവിന്റെ പ്രതിബിംബം അടിച്ചു. പക്ഷെ ആത്മാവാണോ? അല്ല, ആത്മാവിന്റെ പ്രതിബിംബം മാത്രമാണ്, യഥാർത്ഥ ആത്മാവല്ല. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ഈ ബുദ്ധിയാണ് യഥാർത്ഥമായ ദേവി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അകത്തുള്ള പരമാത്മ തത്വം അല്ല, ഈ ബുദ്ധിയാണ് പരമാത്മ തത്വം എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകുമ്പോൾ എന്താകും? നമ്മുടെ മേളിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്വഗുണത്തിനെ നശിപ്പിക്കണം. അപ്പൊ ഈ പരമാത്മ ചൈതന്യം നമ്മുടെ ബുദ്ധിയിലേക്ക് വിളങ്ങും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഈ ബുദ്ധിയാണ് യഥാർത്ഥമായ പരമാത്മാവ്, ഞാൻ പരമാത്മാവിനെ കണ്ടു. അപ്പോഴും ഞാൻ എന്നൊരു ഭാവം അവിടെ ഉണ്ട്, അല്ലെ? ഞാൻ പരമാത്മാവിനെ കണ്ടു. അപ്പോഴും വേറെയാണ്, ഞാൻ വേറെ, പരമാത്മാവ് വേറെ എന്നുള്ള. അതാണ് നിശുംബൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിശുംബൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലുള്ള മമത്വമാണ് നിശുംബൻ. ആ ശോഭിക്കുന്ന ബുദ്ധിയാണ് ശുംബൻ. ആ ബുദ്ധിയിൽ വിളങ്ങുന്ന മമത്വമാണ് നിശുംബൻ. ഈ മമത്വത്തിനെയും ഈ ശുംബനെയും ബുദ്ധിയെയും കൂടെ നശിപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥ ശുദ്ധമായ സത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ശുംഭനിശുംബന്മാരെ, ആ ബുദ്ധി, ആ സത്വഗുണത്തിനെ എങ്ങനെ നശിപ്പിക്കണം എന്നാണ് ഇനി പറയാൻ പോണത്. ഈ സത്വഗുണത്തിന് ഒരു ദോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്വഗുണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നല്ല സാധനങ്ങളും നമ്മളിൽ വരും. നമുക്ക് എല്ലാവരും ശോഭ വരും. നമുക്ക് നല്ല സംസാരം ഉണ്ടാകും. നമ്മൾ പലയിടത്തു നിന്നുള്ള കൊട്ടേഷൻസും നല്ല ആധ്യാത്മിക വിഷയങ്ങളും എല്ലാം പറയും. പറയുമ്പോൾ എന്താണ്? ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങും, ഓ, ആ വ്യക്തിയെ കണ്ടോ, എന്താണ് അയാളുടെ മുഖത്തിലെ തേജസ്, അയാൾ പറയുന്ന വാക്കുകൾ നോക്കി, എന്ത് നല്ലതായിട്ടാണ് അയാൾ പറയുന്നത്, നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ കാതിൽ വീഴും. കാതിൽ വീഴുമ്പോ എന്താണ്? നമുക്കൊരു മനത്തിലൊരു അഭിമാനം തോന്നും. ഓ, ഞാൻ നല്ലപോലെ പറയുന്നു, എന്നെ നല്ലപോലെ പറയാൻ പറ്റുന്നു, എനിക്ക് ശോഭ കാരണം ദേവി എന്നിലുള്ള വിളങ്ങുന്ന കൊണ്ടാണ് എനിക്ക് ശോഭ ലഭിച്ചത് എന്നുള്ള ഒരു ചെറിയൊരു അഹങ്കാരം അയാളിലേക്ക് വരും. അപ്പൊ അയാൾക്ക് എല്ലാവരും അയാളെ മാനിക്കണം, എല്ലാവരും അയാളെ പ്രകീർത്തിക്കണം എന്നൊരു ഇത് മനസ്സിലുണ്ടാകും. സത്വഗുണമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു മമത്വം ഉള്ളതുകൊണ്ട് അയാൾക്ക് ഉണ്ടാകും. ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? അയാൾക്ക് എന്ത് വന്നു? കാമം എന്ന ഗുണം അവിടെ വന്നു. ആശയാണ് അയാൾക്ക്, എല്ലാവരും എന്നെ സ്തുതിക്കണം, എല്ലാവരും. അപ്പൊ 1-2 പ്രാവശ്യം ആരെങ്കിലും ഇയാൾ നല്ല പ്രഭാഷണം നടത്തി, അല്ലെങ്കിൽ നല്ലപോലെ പൂജ കഴിച്ചു, അല്ലെങ്കിൽ നല്ലപോലെ സ്തോത്രങ്ങൾ പറഞ്ഞു, ആരും ഇയാളെ പ്രശംസിച്ചില്ലെങ്കിൽ അയാൾക്ക് എന്താകും? ദേഷ്യം വന്നു തുടങ്ങും. ഞാൻ ഇത്ര നല്ലപോലെ പറഞ്ഞിട്ട് ഇവരാരും എന്നെ ഒന്നും പുകഴ്ത്തിയില്ലല്ലോ. അപ്പൊ അയാളുടെ മനസ്സിൽ എന്തായി? ദ്വേഷം വന്നു. അപ്പൊ സത്വത്തിൽ എന്തായി? കാമവും ക്രോധവും വന്നു. കാമവും ക്രോധവും വന്നു കഴിഞ്ഞാൽ ആ സത്വം നശിച്ചു. നേരെ അയാള് വീണ്ടും കാമക്രോധം നേരെ രജസിലേക്കും, രജസിൽ നിന്ന് അത്രയും നാളും നേടിയ ജ്ഞാനം അജ്ഞാനമായി ഭവിക്കും. അയാളെ നേരെ താമസിലേക്കും താഴെ വീഴും. ഏറ്റവും മേളിൽ നിന്ന ആള് മറിഞ്ഞ് താഴെ 25 പടി അയാള് കഷ്ടപ്പെട്ട് കയറി, ഒരു വലിയ വെയിറ്റ് ഉള്ള ഒരു ബോളുമായിട്ട് കയറി. ആ ബോൾ അവിടുന്ന് താഴെ പോയാൽ വീണ്ടും ഈ 25 പടി താഴെ ഇറങ്ങി വന്ന് ഈ ബോളുമായിട്ട് തിരിച്ചാക്കി മേലോട്ട് പോകണം. വീണ്ടും അയാൾ ചെയ്ത പ്രയത്നങ്ങളെല്ലാം വീണ്ടും തന്നെ ചെയ്യണം. അതുകൊണ്ട് സാത്വികതയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ശ്രമകരം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ഇയാൾ അവിടുന്ന് താഴേക്ക് വീഴാൻ, പെട്ടെന്ന് വരികയും ചെയ്യും. അപ്പൊ ഈ സത്വത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കണം. അതാണ്. അപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ ദേവി നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്? ഗൗരി ദേഹ സമുദ്ഭവ, ഗൗരിയുടെ ദേഹത്തിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് കൗശീതകി എന്ന് പറഞ്ഞു. ദേവിയുടെ കോശത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ കൗശികി ദേവി, ഗൗരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പെന്നർത്ഥം. അപ്പൊ ദേവിയുടെ വെളുത്ത ശരീരത്തിൽ നിന്നും കൗശികി പുറത്തു വന്നപ്പോൾ, കൗശികി വെളുത്താണ് ഇരിക്കുന്നത്, പക്ഷേ ദേവി, പാർവതി ദേവി കറുത്തുപോയി. എന്താണ് അതിനുള്ള കാരണം എന്നാണ് നമുക്ക് നോക്കാം, അല്ലെ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഗൗരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പ് എന്നർത്ഥം ഞാൻ പറഞ്ഞു. ആ വെളുപ്പ് എന്ന് വെച്ചാൽ സത്വത്തിന്റെ പ്രതീകമാണ് വെളുപ്പ്, അല്ലെ? സാത്വികതയിലാണ് നമുക്ക് വെളുപ്പ്. അപ്പൊ ഈ സത്വത്തിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സത്വ ഗുണമുള്ള ഒരാൾ തന്നെ വരണം. അതുകൊണ്ടാണ് മഹാസരസ്വതി അവതരിക്കുന്നത്. ജ്ഞാനരൂപത്തിനെ അജ്ഞാനം, അതായത് ജ്ഞാനം ഞാൻ പറഞ്ഞു 2 വിധത്തിലാണ് നമുക്ക് ജ്ഞാനം. ഒരു ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനവും, മറ്റൊരു ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ ഈ ലോകത്തിന്റെ ഭവസാഗരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ജ്ഞാനവും. ഈ ജ്ഞാനത്തിനെ നശിപ്പിക്കാൻ ജ്ഞാനസ്വരൂപം. അപ്പൊ ഈ ഭവസാഗരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ജ്ഞാനത്തിനെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനം നമുക്ക് പ്രകാശിക്കുകയുള്ളൂ. അപ്പൊ ആ ജ്ഞാനത്തിനെ നശിപ്പിക്കാൻ ജ്ഞാനസ്വരൂപിന് തന്നെ വരണം. അതിനാലാണ് സത്വഗുണമായ സരസ്വതി അവിടെ അവതരിക്കുന്നത്.
അപ്പൊ സരസ്വതിയാണ് കൗശിതകിയായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് കൗശികി വരുന്നതെന്ന് പറയുന്നത് കോശത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇപ്പൊ ഗൗരി എന്ന് പറഞ്ഞപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വെളുത്ത വർണ്ണം, അതായത് ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് ഗൗരി, വെളുപ്പ് സത്വത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അതിൽ നിന്നും എന്ത് പുറത്തേക്ക് വന്നു? കേവലം ബ്രഹ്മജ്ഞാനത്തിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ പാർവതി എന്തായി? കറുത്തുപോയി. ഇത് വെളുത്തും വന്നു, കറുത്തുപോയി, കാളികയായി മാറി. അപ്പൊ എന്താണ്? ഭവസാഗരത്തിന് വേണ്ട ജ്ഞാനം മാത്രം, നമ്മളെ സൃഷ്ടിയിലേക്ക് വീണ്ടും തള്ളിവിടുന്ന ജ്ഞാനം മാറി. അപ്പൊ അതാണ് കാളിക, അതാണ് നമ്മളിലുള്ള മായ. അപ്പോൾ നമ്മളിലുള്ള ആ മായയാകുന്ന ആ അജ്ഞാനം മാറിയാൽ നമുക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്ന ശുദ്ധജ്ഞാനമായ കൗശീതകി വിളങ്ങുന്നു. എവിടെ നിന്നാണ് പുറത്തേക്ക് വന്നത്? കോശത്തിൽ നിന്നും. പഞ്ചകോശാന്തരസ്ഥിത, ദേവിക്ക് ഒരു പേരുണ്ട്. പഞ്ചകോശങ്ങളാകുന്ന ഈ ശരീരത്തിനകത്താണ് ദേവി വിളങ്ങുന്നത്, യഥാർത്ഥ ജ്ഞാനം വിളങ്ങുന്നത്. ഈ പഞ്ചകോശം എന്ന് പറയുന്നത്, അതായത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് പറഞ്ഞ ഈ 5 കോശങ്ങളും യഥാർത്ഥമല്ല. ഇവയെല്ലാം നമ്മളെ ഭവസാഗരത്തിലേക്ക് നയിക്കുന്നതാണ്. അതിൽ നിന്നും വ്യതിരിക്തമായ അകത്തിരിക്കുന്ന പഞ്ചകോശാന്തരസ്ഥിതയായ ദേവി പുറത്തേക്ക് വന്നു. കൗശികി പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ എന്തായി? ഈ പഞ്ചകോശങ്ങളാകുന്ന ജ്ഞാനങ്ങൾ, അതായത് അന്നമയ, പ്രാണമയ, മനോമയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭവസാഗരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ജ്ഞാനങ്ങൾ കറുത്തതും നമ്മളെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനം വെളുത്തതുമായി മാറി. അപ്പൊ ഈ കറുപ്പാകുന്ന കാളിക മായാസ്വരൂപമാണ്. അതുകൊണ്ടാണ് ദേവി കറുത്തു പോയെന്ന് പറയുന്നത്. ഈ മായാസ്വരൂപം നമ്മളിൽ നിന്ന് അകരുമ്പോൾ ശുദ്ധസത്വം നമ്മളിൽ തിളങ്ങുന്നു എന്നാണ് കൗശികി ദേവിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോശത്തിൽ നിന്നും പുറത്തു വന്നവൾ, നമ്മുടെ പഞ്ചകോശമാകുന്ന ശരീരത്തിൽ നിന്നും പുറത്തു വന്ന കേവലം ശുദ്ധസത്വമായ ആത്മാവാണ് ഇവിടെ കൗശികി ദേവിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റേ സ്വരൂപം വന്ന കാളികയാകുന്ന പാർവതി മായാസ്വരൂപമായ നമ്മുടെ മായാസ്വരൂപിണിയാണ്. ഈ മായയാണ് ഈ ജ്ഞാനത്തിനെ മറച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മായയെ നമ്മൾ ഈ ജ്ഞാനത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിച്ച് നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ള ഒരു റെപ്രസെന്റേഷനാണ് ഗൗരിയുടെ ശരീരത്തിൽ നിന്നും കൗശികി ദേവി പുറത്തു വന്നപ്പോൾ ഗൗരി കറുത്തു എന്നുകൊണ്ട് പറയുന്നത്. ഇനി ഈ ദേവിയെ ആദ്യമായി കണ്ടതാരാണ്? ചണ്ഡനും മുണ്ടനുമാണ്. അവരൊരു ഭൃത്യന്മാരായിരുന്നു. അവർ വന്ന് ദേവിയെ കാണുന്നു. ദേവിയെ കണ്ടിട്ട് അവര് പോയി ശുംഭനിശുംഭന്മാർക്ക് പോയി പറയാണ്, ബുദ്ധിയെടുത്ത് പോയി പറയാണ്. എന്താണ് ഈ ചണ്ഡനും മുണ്ടനും? ചണ്ഡഹ എന്ന് വെച്ചാൽ നമുക്കറിയാം ഉഗ്രമായതെന്നാണ്. ചണ്ഡമാരുതൻ, ചണ്ഡ സൂര്യൻ, അല്ലെ ചണ്ഡമാർത്താണ്ഡൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഉഗ്രമായതെന്നാണ് ചണ്ഡൻ എന്നുള്ള അദ്ദേഹം. മുണ്ടഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയോ രോമമോ ഒന്നും ഇല്ലാത്തവൻ എന്നുള്ളതാണ് മുണ്ടൻ എന്നുള്ള അർത്ഥം. ഇവർ രണ്ടുപേരും കുറിക്കുന്നത് പ്രവൃത്തിയെയും നിവൃത്തിയെയുമാണ്. ചണ്ഡൻ എന്ന് പറയുന്നത് പ്രവൃത്തിയെയും, മുണ്ടൻ എന്ന് പറയുന്നത് നിവൃത്തി. മുണ്ടഹ എന്ന് വെച്ചാൽ അയാളിൽ ഒന്നുമില്ല, അയാൾ നിവൃത്തി. ഇപ്പൊ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറുന്നതാണ് മുണ്ടത്വം. വേണ്ട കാര്യങ്ങളിൽ ഉഗ്രമായി അയാൾ പ്രവർത്തിക്കുന്നതാണ് ചണ്ഡത്വം. അതാണ് ഉഗ്രമായി പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി. ഉഗ്രമായ നമ്മുടെ ഉപാസന അല്ലെങ്കിൽ പറയാം, ഈ ഉഗ്രമായ പ്രവൃത്തിയാണ് ചണ്ഡത്വവും. വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് മുണ്ടത്വവും. അങ്ങനെ വേണ്ട കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധ ചെലുത്തുകയും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും നിവൃത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മതത്വം വിളങ്ങും. അതുകൊണ്ടാണ് ചണ്ഡനും മുണ്ടനും ദേവിയെ കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഈ ചണ്ഡമുണ്ടന്മാരാണ്, ഈ പ്രവൃത്തി നിവൃത്തികളാണ് ബുദ്ധിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഹിമാലയത്തിൽ ദേവി നിൽക്കുന്നു. ഹിമാലയം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെയാണ് ഹിമാലയം. നമ്മൾ പറഞ്ഞു ഈ ശരീരത്തിനെയാണ് ഹിമാലയം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ ശരീരത്തിനുള്ളിൽ ആത്മാവ് വിളങ്ങുന്നു എന്ന് പറഞ്ഞ് ഈ ബുദ്ധിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ പ്രവൃത്തിയും നിവൃത്തിയുമാണ്. ഈ പ്രവൃത്തിയും നിവൃത്തിയുമാണ് വീണ്ടും ദേവിയോട് യുദ്ധത്തിന് വരുന്നത്. ഭൃത്യന്മാരായിരുന്നവർ യുദ്ധത്തിനായി മാറുന്നു. ഈ പ്രവൃത്തിയും നിവൃത്തിയും നല്ല കാര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ഭക്തിയും വിരക്തിയുമായി മാറുന്നു. ഇതേ മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? അത് വന്ന് കാമക്രോധമായിട്ട് മാറുന്നു. അപ്പോൾ ഇത് മാറിപ്പോകുന്നതുകൊണ്ടാണ് കാമക്രോധങ്ങളായിട്ട്. ചണ്ഡനും മുണ്ടനും ആദ്യം ഭൃത്യന്മാരായിട്ടാണ് വന്നത്. ഈ ഭൃത്യന്മാരായി വന്നവർ വീണ്ടും ദേവിയോട് യുദ്ധത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ, ആ ദേവിയെ ബുദ്ധിക്ക് ലഭിക്കാതെ വരുമ്പോൾ ബുദ്ധി എന്ത് ചെയ്യും? എല്ലാത്തിനും ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ സാധനങ്ങളും തന്റെ കീഴിലായി മാറുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആ സ്ത്രീരത്നത്തിനെയും തന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന് ബുദ്ധിക്ക് തോന്നുന്നു അല്ലെ. അതായത് ആ പരമാത്മാവിനെ തന്നിൽ, അപ്പോഴും ആ പരമാത്മാവ് വേറെ താൻ വേറെ എന്നുള്ള ചിന്തയാണ് ബുദ്ധിക്കുള്ളത്. ആ പരമാത്മാവ് എന്റെ അധീനതയിലാകണം. ആ ദേവി, ഞാൻ പറയുന്ന ആ ദേവി എന്റെ അടിമയാകണം എന്നാണ്. ഞാൻ പറയുന്നതെല്ലാം ദേവി അനുസരിക്കണം. ഞാൻ പറഞ്ഞ ദേവി
അത് അതുപോലെ ചെയ്തു തരും. അച്ചട്ടാണ്. ഞാൻ ദേവിയോട് വന്ന് അയാളെ നിഗ്രഹിക്കാൻ പറഞ്ഞാൽ നിഗ്രഹിക്കും എന്നുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും സാത്വികം കൂടുമ്പോൾ വരും. എന്റെ അധീനതയിലാണ് ദേവി, ദേവി എന്റെ അച്ചട്ടായിട്ട് എന്റെ വാക്കിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഭാവം. അതാണ് നമുക്ക് അടുത്തത് ഈ ആയി മാറുന്നത്. അത് വരുമ്പോൾ ബുദ്ധിക്ക് ആ ഒരു ഗുണം വരുമ്പോഴാണ് ഈ ഉപാസനയായിട്ടുള്ള പ്രവൃത്തിയും നിവൃത്തിയും കാമക്രോധങ്ങളായിട്ട് മാറുന്നത്. തനിക്ക് ലഭിക്കേണ്ട ഒരു വസ്തു ലഭിക്കാതെ ആകുമ്പോൾ, ലോകത്തിലെ എല്ലാ നല്ല സാധനങ്ങളും എന്റെ കയ്യിലാണ്, അപ്പോൾ ഈ നല്ല സാധനം എനിക്ക് വരണം, അപ്പൊ അതിനുവേണ്ടി അയാൾ പ്രയത്നിക്കുന്നു. അത് ലഭിക്കാതെ വരുമ്പോൾ എന്താകുന്നു? ആ പ്രവൃത്തിയും നിവൃത്തിയും കാമക്രോധമായിട്ട് മാറുന്നു. പ്രവൃത്തി എന്ന് പറയുന്നത് അധികമായ കാമവും, നിവൃത്തി എന്ന് പറയുന്നത് അധികമായ ദ്വേഷവും. നിവൃത്തി എപ്പോഴും എല്ലാത്തിനുള്ള വൈരാഗ്യമാണ്. അതുകൊണ്ട് അത് വൈരാഗ്യമാകാതെ ദ്വേഷമായും, ഈ പ്രവൃത്തി ഭക്തിയാകാതെ എന്താണ്? കാമമായും ഭവിക്കുന്നു. അതാണ് ചണ്ടമുണ്ടന്മാർ ദേവിയുടെ യുദ്ധത്തിനായി വരുന്നത്. ഭൃത്യന്മാരായവർ അവസാനം സേനാനികളായി, പടത്തലവന്മാരായ യുദ്ധത്തിലാണ് വരുന്നത്. അതാണ് ഇത് മാറാൻ കാരണം. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ ബുദ്ധി ശ്രമിക്കുന്നു, ചണ്ടമുണ്ടന്മാർ പോയി പറയുന്നു. അപ്പൊ ബുദ്ധി ആദ്യം എന്ത് ചെയ്യുന്നു? സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു ദൂതനെയാണ് അയക്കുന്നത്. സുഗ്രീവഹ എന്ന് വെച്ചാൽ ആ പേരിന്റെ അർത്ഥം തന്നെ എന്താണ്? ഗ്രീവ, നല്ല കഴുത്തോടു കൂടിയവൻ. അതിന്റെ അർത്ഥം എന്താണ്? നല്ല പോലെ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഇത് നമുക്കറിയാം, നമുക്കൊരു സത്യഗുണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഗ്വിലാസം വരും, അല്ലെ? നല്ല കാര്യങ്ങൾ സംസാരിക്കും. വാ തുറന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളെ വരുള്ളൂ. വേദത്തിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ കൊട്ടേഷൻസ് പറയും, അല്ലെ? ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രഭാഷണം കൊണ്ട് മാത്രം നമുക്ക് ഒന്നും ലഭിക്കത്തില്ല. നമ്മളത് അനുഷ്ഠിക്കണം. അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രഭാഷണം ആർക്കും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, അങ്ങനെ ചെയ്യണം, നിങ്ങൾ രാവിലെ എണീക്കണം, കുളിക്കണം ഒക്കെ നമുക്ക് പറയാം. അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കില്ല. നമ്മളത് അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. അപ്പൊ ഇവിടെ എന്താണ്? അയാള് അതായത് അയാള് പോയി ചണ്ടന്റെയും മുണ്ടന്റെയും ശുംഭനിശുംഭന്മാരുടെ ഗുണങ്ങളെ പറയുകയാണ്. എല്ലാം എന്റെ കയ്യിലാണ്, അയാളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് അതിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ദേവിയെ തന്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനെ ഞാൻ വലിയ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞ അധീനതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഈ സുഗ്രീവത്വം. എങ്ങനെയെങ്കിലും അയാളെ എന്റെ അടിമയാക്കണം. അതിനാദ്യം എന്താണ്? നമ്മൾ അറിയാല്ലേ, സാമദാന ഭേദദണ്ഡങ്ങൾ. ആദ്യം അയാൾ നല്ല വാക്കുകളോട് കൂടി പറഞ്ഞ് അതിനെ തന്റെ അധീനതയിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. അത് കിട്ടാതെ വരുമ്പോഴാണ്, സുഗ്രീവൻ അതിനാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. കിട്ടാതെ വരുമ്പോഴാണ് ആ പ്രവൃത്തി എന്ന് പറയുന്നത് കാമമായും ആ നിവൃത്തി എന്ന് പറയുന്നത് ക്രോധമായും മാറുന്നത്. ശരിക്കും അത് ഭക്തിയും വിരക്തിയുമായിട്ട് മാറണം. പക്ഷെ അത് കാമക്രോധങ്ങളായിട്ട് മാറി ദേവിയെ തന്നെ നശിപ്പിക്കാനായി പോകുന്നത്. അപ്പോൾ സുഗ്രീവൻ പോയി ശ്രമിച്ചപ്പോൾ നടന്നില്ല. അപ്പൊ അടുത്തത് ധൂമ്രലോചനെയാണ് അയക്കുന്നത്. അയാളുടെ പേര് നോക്കുക, ശ്രദ്ധിക്കുക. ധൂമ്രലോചന. ലോചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ പുകമറയുള്ള ആള്. അതായത് അയാൾക്ക് നേരെയുള്ള നല്ല വിഷൻ ഇല്ല, എല്ലാം പുകമറയായിട്ടുള്ള ദൃശ്യമാണ്. അയാൾക്ക് യഥാർത്ഥം, അതായത് ഈ ബുദ്ധി എന്താണ് വിചാരിക്കുന്നത്? ആ ആത്മാവ് തന്നിൽ വിളങ്ങുന്നു, ആ ദേവി തത്വം തന്നിൽ വിളങ്ങുന്നു, അല്ലെ? അപ്പൊ ആ ദേവി തത്വം താനും വേറെയാണ്, താൻ വേറെ ദേവി വേറെയാണ് എന്നുള്ളൊരു അയഥാർത്ഥമായ ദൃഷ്ടിയാണ് ആ ബുദ്ധിക്കുള്ളത്. അതാണ് ധൂമ്രലോചനെ കുറിക്കുന്നത്. അയഥാർത്ഥമായ ദൃഷ്ടിയാണ്. താൻ വേറെ ദേവി വേറെ എന്നുള്ള ആ പരമാത്മാവ് വേറെ, തന്റെ ജീവാത്മാവ് വേറെ, രണ്ടും വേറെയാണ് എന്നുള്ള അവ്യക്തമായ ദൃഷ്ടിയാണ് ധൂമ്രലോചന കുറിക്കുന്നത്. അതിനെ ദേവി ഹുങ്കാരം കൊണ്ട്. അപ്പൊ ആദ്യം വേണ്ടതാണ് ഈ വേണ്ടാത്ത അവ്യക്തമായ ദൃഷ്ടി മാറണം. അപ്പൊ ഈ അവ്യക്തമായ ദൃഷ്ടി മാറാൻ വേണ്ടിയിട്ടാണ് ധൂമ്രലോചന വധം. വെറും ഹും എന്നുള്ള ഹുങ്കാരം കൊണ്ട് മാത്രം ധൂമ്രലോചനെ ദേവി നിഗ്രഹിക്കുകയാണ്. അപ്പൊ ആദ്യം വേണ്ടത് നമ്മുടെ തെറ്റായ ദൃഷ്ടി അവിടെ മാറ്റുക. അതായത് താൻ വേറെ പരമാത്മാവ് വേറെ എന്നുള്ള ദൃഷ്ടി, ആ ദൃഷ്ടിയെ മാറ്റുകയാണ് ധൂമ്രലോചന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ സത്വം. അപ്പൊ വേണ്ടാത്ത ദൃഷ്ടി പോയി. പക്ഷെ അതിലെപ്പോഴും എന്തുണ്ട്? കാമക്രോധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ആ സത്വത്തിലെ രജസിന്റെയും തമസിന്റെയും അംശമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കാമക്രോധങ്ങൾ അതിലുണ്ട്. അതാണ് ഈ ചണ്ടമുണ്ടന്മാര്. പ്രവൃത്തി നിവൃത്തികൾ ഭക്തിയും, കാമക്രോധങ്ങൾ ഭക്തിയും വൈരാഗ്യവും ആകാതെ കാമക്രോധങ്ങളായിട്ട് മാറുകയാണ് ആ പ്രവൃത്തിയും നിവൃത്തിയും. ആ കാമക്രോധങ്ങളെ, അതായത് ആ രജസിനെയും തമസിനെയുമാണ് ചണ്ടമുണ്ടന്മാർ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ചണ്ടമുണ്ടന്മാരെയും ദേവി നിഗ്രഹിച്ച് ആ സത്വത്തിനെ ശുദ്ധ സത്വമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അത് പോയി, അത് രണ്ടും പോയി, ചണ്ടനും മുണ്ടനും പോയി. അപ്പൊ എന്തായി? അതിലുള്ള കാമക്രോധങ്ങൾ, അത് രജസും തമസും പോയി. രജസും തമസും പോയാലും ആ ബുദ്ധിയിൽ എന്തുണ്ട്? മമത്വവും അഹങ്കാരവും ഉണ്ട്, അല്ലേ? അപ്പോഴും ഞാൻ എന്നൊരു ഭാവമുണ്ട്. എന്നിലിരിക്കുന്ന ആത്മാവ്, എന്നിലിരിക്കുന്ന ദേവി,
ദേവി എന്നിലാണ് ഇരിക്കുന്നത് എന്നൊരു മമത്വവും അഹങ്കാരവും ഉണ്ട്. അതാണ് ശുംഭ നിശുംഭന്മാർ. അവര് കൂടെ വധിച്ചാലും അവരെ കൂടെ നിഗ്രഹിച്ചാലും ആ മമത്വവും അഹങ്കാരവും പോയാൽ മാത്രമേ നമുക്കിനി ശുദ്ധ തത്വത്തിലേക്ക് ആത്മാവിലേക്ക് ദേവി തത്വത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞു, ദേവി മനസ്സിനെ നിഗ്രഹിച്ചിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ടേ ഉള്ളൂ രജോ ഗുണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ രജോ ഗുണമാണ് ആരായിട്ട് വരുന്നത്? രക്തബീജനായിട്ട് വരുന്നത്, അല്ലെ? രക്തബീജൻ അറിയാം, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉണരുന്നു എന്ന് പറഞ്ഞ് രക്തബീജൻ ഇങ്ങനെ 1000 പേര് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ തുള്ളി വീഴുന്തോറും വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തിന്റെ പ്രോപ്പർട്ടിയാണ്? മനസ്സിന്റെ പ്രോപ്പർട്ടിയാണ്. മനസ്സ് ഒരിക്കലും ഒരിടത്ത് മാത്രം നിൽക്കില്ല, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ 2 പേര്. പക്ഷെ അവരിങ്ങനെ കാട് കയറി പല വിഷയങ്ങളിലേക്ക് പോകും, അല്ലെ? അപ്പൊ പല വിഷയങ്ങൾ പല പല സ്ഥലങ്ങളിലേക്ക്. നമ്മളാണെങ്കിലും മനസ്സുകൊണ്ട് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഒരു കാര്യം ചിന്തിക്കും, പിന്നെ വേറൊരു കാര്യം ചിന്തിക്കും, അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കും, അല്ലെ? നമ്മുടെ മനസ്സ് പല രൂപങ്ങളിലേക്കും പല ഭാവങ്ങളിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. അതാണ് രക്തബീജനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല പല രൂപങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. എവിടൊക്കെ വീഴുന്നു അവിടൊക്കെ മനസ്സാണ്. അപ്പൊ ഈ രക്തബീജൻ എന്ന് പറഞ്ഞ ആൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സിനെയാണ്. അവിടെ മനസ്സിനെ അടക്കി വെച്ചിരുന്ന മനസ്സ് ഈ സത്വത്തിലെ ഈ കാമത്തിനെയും ക്രോധത്തിനെയും എല്ലാം നശിപ്പിച്ച് കേവലം അഹങ്കാരവും മമത്വവും മാത്രം കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ മനസ്സ് കയറി വരും ഇടയ്ക്ക്. ഈ മനസ്സിനെ കൂടെ നശിപ്പിക്കണം. അതാണ് രക്തബീജനായിട്ട് വരുന്നത്. ആ മനസ്സിനെ നശിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രക്തബീജനെ ദേവി എന്താണ്? വിഴുങ്ങുകയാണ്. തന്നിലേക്ക് തന്നെ ആവാഹിച്ച് തന്നിലേക്ക് തന്നെ അടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ മനസ്സിനെ എന്ത് ചെയ്യുന്നു? അവിടെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നില്ല, തന്നിൽ തന്നെ ഉള്ളടക്കം ചെയ്യുകയാണ്. ആ രക്തബീജൻ എന്ന മനസ്സിനെ, അതാണ് രക്തബീജൻ ഉദ്ദേശിക്കുന്ന മനസ്സിനെയാണ്. എന്താ പറയാ, പല പല രൂപങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. വീഴുമ്പോ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മനസ്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ നിർമ്മാണം, അതായത് സൃഷ്ടി എന്ന് ഞാൻ പറഞ്ഞു, സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ മനസ്സിനെ തന്നുള്ളിലേക്ക് തന്നെ അടക്കി അതിനെ അടക്കി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്നിലേക്ക് തന്നെ ആവാഹിച്ച് അടക്കി നശിപ്പിക്കുക. രക്തബീജനെ വിഴുങ്ങുക എന്ന് പറയുന്നത്. രക്തബീജനെ വിഴുങ്ങി വിഴുങ്ങി തന്നിലേക്ക് അടക്കി എന്ന് പറയുന്ന മനസ്സിലെ തന്നിലേക്ക് തന്നെ അടക്കി മനസ്സിനെ നശിപ്പിക്കുക ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? ഈ മമത്വവും അഹങ്കാരവും. ആ മമത്വവും അഹങ്കാരവുമാണ് ശുംഭനും നിശുംഭനും. ഇത്രയും പോയപ്പോ അങ്ങ് ആ ബുദ്ധി അങ്ങ് തിളങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ വേറെ ആ ദേവി വേറെ എന്നുള്ള ചിന്ത തന്നെയാണ് അവിടെ ഉള്ളത്. മമത്വം, എന്റെ ഉള്ളിലാണ് ആ പരമാത്മാവ് ഇരിക്കുന്നത്, എന്റെ ഉള്ളിലാണ് ദേവി ഇരിക്കുന്നത് എന്നുള്ള മമത്വമാണ്. അതാണ് നമുക്ക് ശുംഭ നിശുംഭന്മാര് ദേവിയോട് യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ അവർ ദേവിയോട് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം. ദേവി എന്താണ്? സപ്തമാതൃക്കളായിട്ടാണ് നിൽക്കുന്നത്. സപ്തമാതൃക്കളായിട്ട് നിൽക്കുമ്പോൾ ശുംഭനിശുംഭന്മാര് ചോദിക്കും, നീ എന്തിനാണ് പല രൂപങ്ങളിൽ നിൽക്കുന്നത്? നീ മായയാണ്, നിന്റെ മായയാണ് ഈ പല രൂപങ്ങളായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയും. അപ്പോൾ ദേവി പറയും, ഇവയെല്ലാം എന്റെ വിഭൂതിയാണ്, ഞാൻ ഒറ്റ രൂപമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ സപ്തമാതൃക്കളെയും തന്നിലടക്കി താൻ ഒന്നാണ് എന്ന് പറഞ്ഞ് കാണിച്ചു. അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ബുദ്ധി നോക്കുമ്പോൾ എല്ലായിടത്തും ആത്മാക്കൾ നിറഞ്ഞിരിക്കുന്നു. ഞാൻ വേറെ അയാൾ വേറെ, പല രൂപങ്ങളിൽ ആത്മാവ് കാണപ്പെടുന്നു, അല്ലെ? അപ്പോഴാണ് അത് ചോദിക്കുന്നത്, എന്താണ്? നീ ഒരാളല്ല, പല ആളായിട്ട് കാണപ്പെടുന്നു. അപ്പോഴാണ് ദേവി പറയുന്നത്, എല്ലാം ഞാൻ ഒരൊറ്റ ഒരാൾ തന്നെയാണ്, ഇതെല്ലാം പരമാത്മാവ് എന്നിൽ തന്നെ ലയിക്കുന്നതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴതിനെ കൊടുക്കുകയാണ്. എന്താണ്? ആ ബുദ്ധിക്ക് ദേവി ഒരു ജ്ഞാനം കൊടുക്കുകയാണ്. കേവലം പരമാത്മാവായ ഞാൻ മാത്രമാണ് എല്ലാരിലും നിറഞ്ഞിരിക്കുന്നത്. ഞാൻ ദ്വൈതയല്ല, അദ്വൈതയാണ്, ഒറ്റ ഒരാളാണ്. അതാണ് 7 രൂപങ്ങൾ സപ്തമാതൃക്കളായിട്ടിരിക്കുന്ന അവിടെ ഉദ്ദേശിക്കുന്നത്. അയാൾ ബുദ്ധി തോന്നുന്നതാണ് എല്ലായിടത്തും. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ മനസ്സ്, എന്റെ മനസ്സിലും ദേവിയുണ്ട്, ശരീരത്തിൽ നിങ്ങളുടെ അന്തരത്തിലും ദേവിയുണ്ട്, അവരുടെ അന്തരത്തിലും ദേവിയുണ്ട്. അപ്പൊ എല്ലായിടത്തും ദേവി ഇരിക്കുന്നല്ലോ. അപ്പൊ ഈ ദേവി വേറെ ആ ദേവി വേറെ എന്നല്ലേ എന്നാണ് ആ ശുംഭനിശുംഭന്മാർ ചോദിക്കുന്നത്. അതാണ് ആ ബുദ്ധി ചോദിക്കുന്നത്. അപ്പൊ ദേവി പറയുന്നു, അങ്ങനെയല്ല, ഇതെല്ലാം എന്റെ വിഭൂതിയാണ്, ഇതെല്ലാം ഞാൻ തന്നെയാണ്, ഒരൊറ്റ ഒരാളാണെന്ന് പറഞ്ഞത് എല്ലാം തന്നിൽ അടക്കി കാണിക്കുകയാണ്. അപ്പൊ ഈ കാണുന്നതെല്ലാം തന്നെ ഒരു ദേവീ തത്വമാണ്. എന്നിലിരിക്കുന്ന ആത്മാവും നിന്നിലിരിക്കുന്ന ആത്മാവും അവനിലിരിക്കുന്ന ആത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നും ദ്വൈതമല്ല, എല്ലാം അദ്വൈതം തന്നെയാണ് എന്ന് പറഞ്ഞ് ആ ശുംഭനെയും നിശുംഭനെയും അവിടെ അവരുടെ ആ മമത്വത്തെയും അഹങ്കാരത്തിനെയും നശിപ്പിച്ച്, ആ ബുദ്ധിയെയും നശിപ്പിച്ച്, ആ സത്വഗുണത്തിലെയും നശിപ്പിച്ച് കേവല ശുദ്ധസത്വമായ ആത്മാവാണ്, ദേവി തന്നെയാണ് യഥാർത്ഥ തത്വം എന്ന്, കേവലം അദ്വൈത തത്വമാണ്, ഒന്നു മാത്രമേ ഉള്ളൂ, രണ്ടില്ല എന്നുള്ള അദ്വൈത തത്വത്തോടു കൂടി നമുക്ക് മോക്ഷത്തെ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗം പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു മോക്ഷം ലഭിക്കണമെങ്കിൽ നല്ല ശരീരം, നല്ല ബുദ്ധി, നല്ല മനസ്സ്,
അടുത്തതായി ഇന്ദ്രിയ നിഗ്രഹം, അടുത്തതായി മനസ്സിനെ കൺട്രോൾ ചെയ്യുക, അടുത്തതായി നമ്മുടെ ബുദ്ധിയാകുന്ന സത്വത്തിനെ നശിപ്പിച്ച് ഈ സത്വരജോ ഗുണങ്ങളായ ത്രിഗുണയായ ഈ 3 ഗുണങ്ങളെയും നശിപ്പിച്ച് മഹാമായ ത്രിഗുണയായിട്ടാണ് വർത്തിക്കുന്നത്. ആ മഹാമായയെ, ആ ആത്മാവിൽ ആവരണമായിരിക്കുന്ന ആ മഹാമായയെ നീക്കി, മായയെ നീക്കി യഥാർത്ഥ ശുദ്ധതത്വത്തിനെ മനസ്സിലാക്കി നമ്മൾ മോക്ഷത്തെ പ്രാപിക്കണം എന്നുള്ള, മോക്ഷത്തിനെ എങ്ങനെ അടയണം എന്നുള്ളൊരു മാർഗമാണ് ഈ ദേവി മഹാത്മ്യം എന്ന ഈ കഥ കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ എല്ലാവരും വിളങ്ങുന്ന തത്വം ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, ദേവി 3 രൂപങ്ങളിൽ അവതരിച്ചല്ലോ, ഈ അതാരായിട്ട്? ദുർഗ, അതായത് മഹാസരസ്വതിയായും മഹാകാളിയായും മഹാലക്ഷ്മിയായും. ഇതും 3 രൂപങ്ങളല്ലേ? അല്ല, ഇത് 3ഉം ഒന്ന് തന്നെയാണെന്ന് ദേവി പിന്നെയും പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ടൊരു ശ്ലോകം കൂടെ ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും ദേവി മഹാത്മ്യത്തിലോടുകൂടി നമുക്ക് നിർത്താം. ഒരു ശ്ലോകം പറയുന്നുണ്ട്, മാധർമ്മേ മധുകൈഡഭഗ്നി മഹിഷപ്രാണോപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ, അല്ലെ എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്. ഈ ശ്ലോകത്തിൽ ദേവീമാത്മ്യത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ ശ്ലോകത്തിൽ കൊണ്ട് പറയുന്നത്. ഈ ശ്ലോകം ആരംഭിക്കുന്നത്, അപ്പൊ ഈ 3 ദേവികളും ഒന്നാണ് എന്ന് ഈ ശ്ലോകത്തിൽ തന്നെ എടുത്തു പറയുകയാണ്. ഈ 3 ദേവികളും ഒരേ ഒരു തത്വമായ ലളിതാദേവിയുടെ തത്വം തന്നെയാണ്. ആ ലളിതാദേവി തന്നെയാണ് ഈ 3 സ്വരൂപമായി നമ്മളെ രക്ഷിക്കാൻ അവതരിച്ചിരിക്കുന്നത്. ഈ 3ഉം 3അല്ല, ദ്വൈതമല്ല, അദ്വൈതമായ ഒരു തത്വം മാത്രമേ, ലളിത എന്ന് പറഞ്ഞ ആ ദേവി എന്ന് പറഞ്ഞ ഒരു തത്വം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വിഭൂതി തന്നെയാണെന്ന് ഈ ശ്ലോകം കൊണ്ട് സമർത്ഥിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ശ്ലോകം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മാതർമേ, അവസാനിക്കുന്ന എന്താണ്? അംബികെ. ഇങ്ങനെ മാതാവിൽ തുടങ്ങി അംബികയിൽ അവസാനിക്കുന്ന ഒരു, നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായൊരു ഇതുണ്ടല്ലോ, അറിയാമോ? ലളിതാ സഹസ്രനാമം തന്നെ. ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് ശ്രീമാത്രേ നമഃ, അവസാനിക്കുന്നത് ലളിതാംബികേ നമഃ, അല്ലെ? അപ്പം ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവശക്തി രൂപിണി ശ്രീ ലളിതാംബിക എന്ന് പറഞ്ഞ ലളിതാംബികയിലാണ്. അപ്പൊ മാതാവിൽ തുടങ്ങി അംബികയിൽ അവസാനിക്കുന്ന ലളിതാ പരമേശ്വരി തന്നെയാണ് ഇവിടെയും. ആ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ലളിതാ തത്വം തന്നെയാണ് മാതാവിൽ തുടങ്ങി അംബികയിൽ അവസാനിക്കുന്ന ദേവി മഹാത്മ്യത്തിലുള്ളത് എന്നുള്ള അദ്വൈത സാരമാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറയുന്നത്. ഈ ശ്ലോകം തുടങ്ങുന്നത് മാതാവിൽ തുടങ്ങി അംബികയിൽ അവസാനിക്കുകയാണ്. ഈ മാതാവിൽ തുടങ്ങി അംബയിൽ അവസാനിക്കുന്ന ആ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ദേവി തന്നെയാണ് ഈ 3 രൂപത്തിലായി ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും അവതരിച്ച് നമ്മളെ മോക്ഷത്തിലേക്ക് നയിച്ചത്. ഒരു തത്വം മാത്രമേ ഉള്ളൂ. ഇത് 3 തത്വമല്ല, ഒരു തത്വമേ ഉള്ളൂ. അദ്വൈതമാണ് ഉള്ളത്. അദ്വൈതം തന്നെയാണ് നമ്മളിൽ എല്ലാവരും നിൽക്കുന്ന ഈ ആത്മചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് ഈ ശ്ലോകം കൊണ്ടും സമർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ഞാൻ എൻ്റെ ഈ എളിയ പ്രഭാഷണം നിർത്തുന്നു. എല്ലായിടത്തും നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ ഒരു അവസരം നൽകിയ ഈ നവമി സത്സംഗത്തിലെ എല്ലാ വ്യക്തികളോടും എൻ്റെ വിനീതമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു.